പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിചാരിതമെന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ദൈവത്തിന്റെ പുസ്തകത്തിൽ അവിചാരിതമെന്നൊരു കാര്യമില്ല. സകലതും ദൈവത്തിന്റെ മുൻനിർണയമാണ്. കൃപയാൽ സ്തോത്രം. കഴിഞ്ഞ ദിവസം ഈ രാജ്യത്തേക്ക് കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തു. കർത്താവിന്റെ ദാസൻ അറിയിച്ചതുപോലെ തന്നെ ഏറിയ വർഷങ്ങളായിട്ട് കർത്താവിന്റെ ദാസനെയും ദാസിയും പരിചയമുണ്ടെങ്കിലും സ്തോത്രം, ഞാൻ വർഷങ്ങളായിട്ട് യുഎസില് വരുമ്പോൾ കോൺഫറൻസിനൊക്കെ ലൈവ് ചെയ്യാനൊക്കെ പലപ്പോഴും കർത്താവിന്റെ ദാസനുണ്ടെങ്കിലും ഭവനത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. സ്തോത്രം, അങ്ങനെ ഒരു ആത്മീയ ബന്ധം വർഷങ്ങളായിട്ടുണ്ട്. സ്തോത്രം, വീണ്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രാജ്യത്തേക്ക് കടന്നു വരുവാൻ കർത്താവ് അടിയന്റെയും ജീവിതത്തിൽ ഒരു മുഖാന്തരം ഒരുക്കി വരും ദിവസങ്ങൾ നടക്കുന്ന മീറ്റിങ്ങുകൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് ക്ഷണിക്കുവാൻ കർത്താവ് കരുണ ചെയ്തു. അതുകൊണ്ട് കർത്താവിന്റെ നാമത്തിൽ അഭിഷിക്ത കുടുംബത്തിന് നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾ ഒത്തിരി പേരുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഒരു കുഞ്ഞനുജനായി അനുജൻ തന്നെയാണ് ഞാൻ സ്നേഹിക്കുന്ന പ്രിയ രഞ്ജിത്ത്, പ്രിയ ആ കുടുംബം നമ്മളോട് ഒരുമിച്ചുണ്ട്. അതുപോലെ തന്നെ സ്തോത്രം ബിജു ബ്രദർ, സ്തോത്ര കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദീർഘവർഷങ്ങളായിട്ടുള്ള ഒരു ആത്മീയ ബന്ധമുണ്ട്. എൻ്റെ ഭവനത്തിൽ നടക്കുന്ന ഞങ്ങളുടെ ഓൾ നൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, മിഡ് നൈറ്റ് പ്രെയർ 365 ദിവസമുള്ള ഞങ്ങളുടെ ആ ഒരു പ്രെയറിലെ ഒരു ഭാഗവാക്കാണ്. സ്തോത്രം, കൃപയാൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി കാണുവാനിടയായതോ. അതുപോലെ തന്നെ കർത്താവിന്റെ ദാസി റാണി സിസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം, ഒരു വലിയ ആത്മീയ ബന്ധം ചില വർഷങ്ങളായിട്ടുണ്ട്. സ്തോത്രം, കൃപയാൽ ഒരുമിച്ച് ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായല്ലോ. അപ്പോൾ തന്നെ കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠ ദാസന്മാർ, കുടുംബങ്ങൾ, പ്രിയ മാതാപിതാക്കൾ ഏവർക്കും സത്യദൈവം വേഗം വരുന്നതിനുമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്കൊരു വേദഭാഗം വായിക്കാം. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. സ്തോത്രം, ഹല്ലേലൂയ. പുസ്തകമുള്ളവരെല്ലാം, കയ്യിലുള്ളവരെല്ലാം അതെടുത്ത് സ്തോത്ര വേദഭാഗം ഒന്ന് നോക്കിക്കാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യമാണ്. 16-17 വാക്യമാണ് ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്ന ഒക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. താങ്ക് യു ആന്റി. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യമാണ് നാം വായിച്ചത്. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. നോക്കണമേ, കർത്താവ്, നമ്മൾ പലപ്പോഴും ഓർക്കും നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളൊക്കെ കർത്താവെ, പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു ആന്റി ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറയാനിടയായി തീർന്നു. സ്തോത്രം സിസ്റ്ററെ, ദൈവസന്നിധിയിൽ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന കഷ്ടത്തെക്കാൾ കൂടുതലാണ് കർത്താവിന്റെ സന്നിധി വന്നതിന് ശേഷമുള്ള കഷ്ടം. സ്തോത്രം. അപ്പൊ എല്ലാ പ്രശ്നങ്ങളും അങ്ങ് തീർന്നു, അവസാനിച്ചു എന്നൊക്കെ പറയും. അല്ലെ, പലരും ഇതിനകത്ത് വരുമ്പോൾ ഓർക്കും ഇതോടുകൂടി പ്രശ്നങ്ങൾ തീർന്നു, രക്ഷിക്കപ്പെട്ട് ഞങ്ങളുടെ കല്ലിമല അപ്പച്ചന്റെ ഭാഷയിൽ പറഞ്ഞ മുങ്ങിപ്പൊങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം തീർന്നെന്നാ ചിന്തിക്കുന്നത്. പക്ഷെ അല്ലെങ്കിൽ മുങ്ങിപ്പൊങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. കാരണം മറിയയുടെ അടുക്കൽ ദൂതൻ വന്ന് പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. കൃപ ലഭിച്ചവളെ വന്ദനം എന്ന് മറിയോട് എപ്പോൾ ദൂതൻ പറഞ്ഞോ, ആ നിമിഷം മുതൽ മറിയയുടെ ജീവിതത്തിൽ നിന്ന് തുടങ്ങി. സ്തോത്രം. സ്വർഗത്തിലെ ദൈവം കൃപ ലഭിച്ചവളെ നമ്മളെ വിളിച്ച നിമിഷം മുതൽ ലോകം അവളെ നിന്ദിക്കാൻ തുടങ്ങി. അപ്പോൾ ദൈവമക്കൾ എപ്പോഴും മനസ്സിലാക്കിക്കോണം, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ സ്തോത്രകല്യ നാം രക്ഷിക്കപ്പെടുമ്പോൾ മുതലാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. സ്തോത്രം. ദൈവം തിരഞ്ഞെടുത്ത അനവധി പേരെ അറിയാം. സ്തോത്രം. നമുക്ക് വേദപുസ്തകം പഠിക്കുമ്പോൾ അബ്രഹാമിനെ തിരഞ്ഞെടുത്തു ദൈവം. ആരായിരുന്നു? യൂഫ്രട്ടീസ് നദി കടന്നു വന്ന ദേശാന്തരീയ. സ്തോത്രം. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ ഇങ്ങനെ കൂടാരം അടിച്ച് താമസിക്കുന്നവർ നമ്മൾ നാടോടികൾ എന്ന് വിളിക്കും. സ്തോത്ര. യൂഫ്രട്ടീസ് നദി കടന്ന ദേശാന്തരികളായവർ എവിടെയായിരുന്നു? സ്തോത്ര, വിഗ്രഹാരാധികളായിരുന്നു. എന്നാൽ അതിന്റെ നടുവിൽ നിന്നാണ് തേജോമയനായ ദൈവം ഇറങ്ങി വന്ന് അബ്രഹാമിനെ പേർ ചൊല്ലി വിളിച്ചു. സ്തോത്രം. അല്ലേ? വിളിച്ചിട്ട് പറഞ്ഞു, അബ്രഹാമേ, സ്തോത്രം, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ യാത്ര പുറപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ദൈവങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല ഇറങ്ങിയത്, ഒരുപാട് ദൈവങ്ങളുടെ ഇടയിൽ നിന്നാണ് ഇറങ്ങിയത്.
എന്നാൽ ജീവിക്കുന്ന ഒരു ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ സകലതും വിട്ടിറങ്ങി അവൻ ദൈവത്തിലേക്ക് ഇറങ്ങി വരുവാൻ ഇടയായിരുന്നു. ദൈവത്തിലെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും വേദപുസ്തകം ഇങ്ങനെ രാത്രിയാമങ്ങളൊക്കെ മണിക്കൂറുകൾ ഇങ്ങനെ ഇരുന്ന് വചനം ധ്യാനിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവിന്റെ തെരഞ്ഞെടുപ്പ്. സ്തോത്രം, ഓരോരുത്തരെയും ദൈവം തെരഞ്ഞെടുത്ത അനുഭവങ്ങൾ. സ്തോത്രം, അല്പം മുമ്പ് രഞ്ജിത്ത് ബ്രദർ പറഞ്ഞതുപോലെ സ്തോത്രം, ഞങ്ങളെല്ലാരും കൂടി ഇങ്ങനെ കോൺഫറൻസ് കോൾ ഇട്ട് വിളിച്ചപ്പോൾ പറയുകയായിരുന്നു, അങ്കിളൊക്കെ ഇവിടുന്ന് എന്നെ പിക്ക് ചെയ്യാനായിട്ട് എന്റെ സ്നേഹിതയുടെ അടുക്കലേക്ക് വന്നു. ആ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു, അയ്യോ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ, കർത്താവ് നമ്മളെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെയൊക്കെ അവസ്ഥ എന്തുവാകുമായിരുന്നു. സ്തോത്രം, പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. സ്തോത്രം, നമ്മളെക്കാൾ സാമർഥ്യമുള്ളവരും മിടുക്കന്മാരും കഴിവുള്ളവരും ശ്രേഷ്ഠന്മാരും യോഗ്യന്മാരും ഒക്കെ നമ്മുടെ ചുറ്റുപാടുകളിലും കുടുംബത്തിലും ഉള്ളപ്പോഴും യോഗ്യത നോക്കി ഒന്നുമല്ല നമ്മളെ തെരഞ്ഞെടുത്തത്. ദൈവത്തിന് നമ്മളോട് തോന്നിയ ഫേവർ ഉണ്ടല്ലോ, സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന് നമ്മളോട് തോന്നിയ കരുണയുണ്ടല്ലോ, ആ കൃപയുണ്ടല്ലോ, അല്ലെ ആ സ്നേഹത്തിന്റെ ആഴമുണ്ട്, അത് എത്ര വലിയതാണെന്ന് ചിന്തിച്ചു നോക്കുകയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഈ പ്രഭാതയാമത്തിൽ പറയാനുള്ളൊരു കാര്യം, ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. ദൈവത്തിന്റെ സ്നേഹം, സ്തോത്രം, അപ്പനെ അധികം സ്നേഹിക്കുന്നവർക്ക് കഷ്ടതകൾ ഏറെയാ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ വാഗ്ദത്തമുള്ളവൻ എക്കാലത്തും വെല്ലുവിളിയുണ്ട്. സ്തോത്രം, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെ നാം പഠിച്ചാൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ സ്തോത്രം, ഹല്ലേലൂയ, ഹാബേലിന്റെയും കായിന്റെയും യാഗം മുതൽ അങ്ങോട്ട് പഠിച്ചു തുടങ്ങിയാൽ സ്തോത്രം, വാഗ്ദത്തമുള്ളവനോട് വെല്ലുവിളി. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ ഈ വേദപുസ്തകം പഠിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, പിശാചിന് സ്തോത്രം, ഹല്ലേലൂയ, ഈ ആദാമിനോടും ഹവ്വായോടും കൊടുക്കൽ വാങ്ങലോ പ്രശ്നങ്ങളോ ഒന്നും പിശാചിന് യാതൊരു പിണക്കവും ആദാമിനോട് ഹവ്വയോടും ഇല്ല. കണ്ടോ, കൊടുക്കൽ വാങ്ങലോ വല്ല വിഷയങ്ങളോ ഒന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ അവർ ഒറ്റ വിഷയമേ ഉള്ളൂ പിശാചിന്, വെയിലാറുമ്പോൾ ഒരുവൻ ഇറങ്ങി വരും. അവനുമായിട്ടുള്ള ഈ നടത്തെ അങ്ങോട്ട് പിടിക്കുന്നില്ല. ആ ഒരുമിച്ചുള്ള ആ വാസം, ആ സഹവാസം, ആ സംസാരം, ഇതാ പിശാചിന് പിടിക്കാത്ത. ദൈവമക്കൾ എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളാം, നമ്മുടെ ആത്മീയ ജീവിതത്തോട് ആ പിശാച് പോരാടുന്നത്, നമ്മുടെ പ്രാർത്ഥന ലൈഫിനോടാ പിശാച് പോരാടുന്നത്. ആദാമിനോ ഹവ്വയോടും അല്ലാതെ പിണക്കം ഒന്നുമില്ല പിശാചിന്. പക്ഷെ വെയിലാറുമ്പോ കടന്നു വരുന്ന ഒരാളുണ്ട്, യഹോവയായ ദൈവം ഏദൻ പൂങ്കാവനത്തിൽ, ഏദൻ തോട്ടത്തിൽ വെയിലാറുമ്പോ ഇറങ്ങി വരും. ആ ഒന്നിച്ചുള്ള ആ നടത്ത, ആ സംസർഗം, ആ സംസാരം, ആ ഹല്ലേലൂയ ഹൃദയം പങ്കിടുന്നത്, അത് പിശാചിന് ഇഷ്ടമല്ല. അതുകൊണ്ട് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് തെറ്റിച്ച് കളയാൻ അവനവന്റെ മുഴുബലവുമായിട്ട് അവിടെ ഇറങ്ങി വരുവാൻ ഇടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിച്ചാൽ ആരാധിക്കുന്നവർക്കെതിരെ സ്തോത്രം, വാഗ്ദത്തമുള്ളവനെതിരെ എന്നും വെല്ലുവിളിയുണ്ട്. നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. അത് തന്നെയല്ലേ ഹാബേലിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചപ്പോൾ കായീനിൽ പിശാച് കയറി. നോക്കണമേ, സ്തോത്രം, ദാവീദിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, ശൗലിൽ പിശാച് കയറി. സ്തോത്രം, നോക്കിക്കേ, അത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, വാഗ്ദത്തമുള്ളവൻ എന്നും വെല്ലുവിളിയുണ്ട്. ദൈവം തെരഞ്ഞെടുത്തവനോട് പിശാചിന് എന്നും വെല്ലുവിളിയുണ്ട്. യേശുവുള്ള പടകിനെതിരെ ആ കാറ്റും കോളും പ്രതികൂലമായി ആഞ്ഞടിക്കുന്നത്. അതുകൊണ്ട് സ്തോത്രം, ദൈവമക്കൾ എപ്പോഴും മനസ്സിലാക്കിക്കണം, ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതമാണ്. അത് നാം പാടുമ്പോൾ തന്നെ ക്രിസ്തീയ ജീവിതം പോരാട്ടങ്ങളും വെല്ലുവിളികളും നിറഞ്ഞൊരു, നമ്മളൊരു യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്. പിശാച് നോക്കുമ്പോൾ ഇങ്ങനെ സ്തോത്രം, വെള്ളയും വെള്ളയിട്ട് ഉപദേശിയ സ്തോത്രം നമ്മൾ കാണുന്നത്, വെള്ളയും വെള്ളയിട്ട സഹോദരി സഹോദരങ്ങളെ നമ്മൾ കാണുമ്പോൾ പിശാച് കാണുന്നത് അരയ്ക്ക് സത്യം കെട്ടി നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷത്തിൽ ഒരുക്കം കാലെ ചെരിപ്പാക്കി ദുഷ്ടന്റെ തീയമ്പുകളേക്ക് എടുക്കുന്ന വിശ്വാസം എന്ന പരിചയെടുത്ത് രക്ഷയെന്ന ശിരസ്രം തലയിലഴിഞ്ഞ് ദൈവവചനം എന്ന ആത്മാവിന്റെ വാളുമെടുത്തുകൊണ്ടാണ് അഭിഷേകമുള്ള ഒരു ദൈവവൈതൽ, ജീവിക്കുന്ന ഒരു ദൈവവൈതൽ ദൈവസന്നിധി നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവമക്കൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പിശാച് നോക്കുമ്പോൾ, അല്ലെ വാഗ്ദത്തമുള്ളവനെ നോക്കുമ്പോൾ അവൻ ഇതെല്ലാം ധരിച്ചുകൊണ്ട്, എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ടാണ് ഒരു ദൈവവൈതൽ നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ സർവായുധവർഗം ധരിച്ച ദൈവമക്കൾ എപ്പോഴും മനസ്സിലാക്കണം, നമ്മൾ കളിക്കളത്തിലല്ല, നമ്മൾ നിൽക്കുന്ന യുദ്ധക്കളത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് യുദ്ധമുണ്ട്. ആരോടാ യുദ്ധം? പാസ്റ്ററോടല്ല, സഹവിശ്വാസികളുള്ള കൂട്ട് സഹോദരങ്ങളോടും കുടുംബക്കാരോടും അല്ല, മറിച്ച് വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന്റെ അന്ധകാര ലോകാധിപതിയോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടുമാണ് അല്ലെങ്കിൽ നമുക്ക് യുദ്ധമുള്ളത്. അങ്ങനെയെങ്കിൽ ആ യുദ്ധത്തിന് നാം ജയിച്ചേ മതിയാകൂ. വേദപുസ്തകം അല്ലെങ്കിൽ യോഹന്നാൻ അപ്പോസ്തലൻ, നമുക്കറിയാം, സ്തോത്രം, വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകൾക്കുള്ള ദൂത് കൊടുക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ജയിക്കുന്നവനോടുകൂടെ, ജയിക്കുന്നവനോടുകൂടെ. നാം ജയിക്കാൻ ഇറങ്ങിയവരാ, നാം ജയിച്ചേ പറ്റൂ. ഇറങ്ങി തിരിച്ചവൻ ജയിച്ചേ പറ്റൂ. ജയിച്ചാൽ മാത്രമേ കൂടെ വസിക്കാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവം തെരഞ്ഞെടുത്തവന് ഒരു ജയമുണ്ട്.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തുവല്ലോ. എന്തിനാ ഈ തെരഞ്ഞെടുത്തത്? പൗലോസ് എഫേസ്യ ലേഖനം 1:17 പറയുന്നു, വിളിയാലുള്ള ആശ. പലപ്പോഴും എന്നെ സ്പർശിച്ചിട്ടുള്ള ഒരു വാക്യം അത്, വിളിയാലുള്ള ആശ. വിളിച്ചതിന്റെ പിന്നിൽ ഒരു ആശയുണ്ട്. തെരഞ്ഞെടുത്തതിന്റെ പിന്നിൽ ദൈവത്തിനൊരു ആശയുണ്ട്. നമുക്ക് നമ്മുടെ തലമുറകളെ കുറിച്ച് ഇരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും ആശകളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. ഇതുപോലെ തന്നെയാണ് ദൈവം തന്റെ കുഞ്ഞുങ്ങളെ തെരഞ്ഞെടുക്കുമ്പോൾ ഇവനെ കുറിച്ച് സ്തോത്രം, രഞ്ജിത്ത് ആരാകണമെന്ന്, റാണി ആരാകണമെന്ന്, ശ്രീലേഖ ആരാകണമെന്ന്, ബിജു ആരാകണം, ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന്, എനിക്കറിയാവുന്നവരുടെ പേര് പറഞ്ഞതേ ഉള്ളൂ, ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ആ ഒരു വലിയ ദൗത്യ നിർവഹണത്തിന് വേണ്ടിയാണ് ഈ ഭൂമിയിൽ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. സ്തോത്രം. ഞാൻ ഈ വേദപുസ്തകം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, സ്തോത്രം, ശരിക്കും നമ്മളിലുള്ള അഭിഷേകത്തെ കുറിച്ച് നമ്മുടെ സഹോദരങ്ങൾക്ക് വെളിപ്പെടണമെന്നില്ല കേട്ടോ. സ്തോത്രം. ദാവീദിന്റെ മേലുള്ള തെരഞ്ഞെടുപ്പ് അഭിഷേകവും യോസഫിന്റെ മേലുള്ള തെരഞ്ഞെടുപ്പ് അഭിഷേകവും എന്റെ സഹോദരങ്ങൾക്കൊന്നും അറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ വേദപുസ്തകം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും, ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഏലാ താഴ്വരയിൽ നിന്നോട് 40 ദിവസത്തോളം വെല്ലുവിളിച്ച് നിൽക്കുന്ന മല്ലനായ ഗോലിയാത്തിന്റെ അടുക്കലേക്ക്, സ്തോത്രം, ഹല്ലേലൂയ, അങ്ങോട്ട് യുദ്ധത്തിന് പോകാൻ ആരും ധൈര്യപ്പെടാതിരിക്കുമ്പോൾ ഭയചകിതരായിരിക്കുന്ന ജനത്തിന്റെ നടുവിലേക്ക്, സ്തോത്രം, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രാപിച്ച, അല്ലെങ്കിൽ സ്തോത്രം, എന്റെ മേൽ ഒരു അഭിഷേകമുണ്ട്, അല്ലെ എന്റെ മേൽ ഒരു തെരഞ്ഞെടുപ്പുണ്ടെന്നൊരു ഉറപ്പ് പ്രാപിച്ചതായ ദാവീദ് ശൗൽ രാജാവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഞാൻ പോകാം അവന്റെ അടുക്കലേക്ക് യുദ്ധത്തിന്. സ്തോത്രം. രാജാവ്, സ്തോത്രം, അല്ലെ ഇവനെ ആപാദചൂടെ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ബാലനാണ്, കോമളരൂപിയൊക്കെ ആ ബാലനാ. സ്തോത്രം, അല്ലേ? മിടുക്കന്മാരും ശ്രേഷ്ഠന്മാരും കഴിവുള്ളവരും പ്രാപ്തന്മാരും പടനായകന്മാരൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ അവർക്കാർക്കും ഈ ധൈര്യം പറയാൻ കഴിയുന്നില്ല. കാരണം ഏലാ താഴ്വരയിൽ നിന്നുകൊണ്ട് 40 ദിവസം കൊണ്ട് വെല്ലുവിളിച്ച് നിൽക്കുന്ന മല്ലനായ ഗോലിയാത്തിനോട് എതിർക്കാൻ അവർക്ക് കഴിയാതിരിക്കുമ്പോൾ ദേ ഒരു കോമള രൂപിയായ ബാലൻ എന്ന് പറയും, ഞാൻ പോകാം, ഞാൻ ജയിക്കും, ഞാൻ ജയിക്കും, അവൻ വന്ന് പറയുക. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അവനൊരു ബോധ്യമുണ്ടായിരുന്നു. സ്തോത്രം, അവനൊരു ഉറപ്പുണ്ടായിരുന്നു. സ്തോത്രം. ഞാനപ്പോ അതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, സ്തോത്രം, ഉടനെ 7 ചേട്ടന്മാര് ശൗലിന്റെ പട്ടാളത്തിലുണ്ട്. ദാവീദിന്റെ 7 ചേട്ടന്മാരുണ്ട്. എന്ന് വെച്ചാൽ ഇശായിയുടെ മൂത്ത 7 മക്കളും ദാവീദിന്റെ പടനായകന്മാര്, പട്ടാളക്കാരാ, സൈന്യത്തിലുള്ളവരാ. അവര് വന്ന്, നിനക്ക് ഇവിടെ എന്താ കാര്യം? നിനക്ക് ഇവിടെ എന്ത് കാര്യം ഇവിടെ? അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് വനാന്തരത്തിൽ പോകേണ്ട നീ അനുസരണക്കേട് കാണിച്ച് എന്തിനാ ഇതിനകത്തോട്ട് കയറി വന്നേ? സ്തോത്രം. അപ്പൊ ഇവൻ അവിടെ നിന്നുകൊണ്ട് രാജാവിനെ നോക്കി പറയാം, ശൗൽ രാജാവിനെ നോക്കി ദാവീദ് പറയാം, രാജാവേ, ഞാൻ ജയിക്കും, ഞാൻ ജയിക്കും, ഞാൻ ജയിക്കും, അല്ലെ ഞാൻ പുറപ്പെടട്ടെ, ഞാൻ ചെല്ലട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചേട്ടന്മാർ അടുത്ത സൈഡിൽ വന്ന് നിന്നുകൊണ്ട്, നിനക്കിവിടെ എന്താ കാര്യം? നിനക്കിവിടെ എന്താ കാര്യം? നിനക്കിവിടെ എന്താ കാര്യം? ശരിക്കും പറഞ്ഞാൽ ഞാനത് വായിച്ചെടുത്തപ്പോ എന്റെ ഉള്ളിൽ ദൈവാത്മാവ് തന്നൊരു പ്രേരണ. സ്വതന്ത്രം. ഇവര് യഥാർത്ഥ ഒരു എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ആ ചേട്ടന്മാര് തീർച്ചയായിട്ടും പറയേണ്ടത് എന്താണെന്ന് അറിയാമോ? സ്തോത്രം. മഹാരാജാവേ, അല്ലെങ്കിൽ ശൗൽ രാജാവേ, തീർച്ചയായിട്ടും ഞങ്ങളുടെ കുഞ്ഞ് അനുജൻ പറയുന്ന സത്യമാണ്, ഞങ്ങൾക്ക് 7 പേർക്കും ചെയ്യാൻ പറ്റാത്തത് ഇവന് ചെയ്യാൻ പറ്റും. കാരണം ഞങ്ങളെ 7 പേരെയും മാറ്റി നിർത്തിയിട്ടാണ് ശമൂവേൽ തൈലക്കൊമ്പിനകത്തെ അഭിഷേകം ഇവന്റെ ശിരസിലൊഴിച്ചത്. അങ്ങനെയെങ്കിൽ സ്തോത്ര, ഹല്ലേലൂയ, ഒരുറപ്പ്, അല്ലെങ്കിൽ ആ ചേട്ടന്മാർക്ക് 7 പേർക്കും ഒരേ ശബ്ദത്തിൽ പറയാമായിരുന്നു, നിശ്ചയമായിട്ടും ഞങ്ങൾക്ക് ചെയ്തെടുക്കാൻ കഴിയാത്തത് ഞങ്ങളുടെ കുഞ്ഞനുജന് ചെയ്യുവാൻ കഴിയും. എന്നാൽ അതവര് പറയാതിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ വില മനസ്സിലാക്കിയ ദാവീദ് പറഞ്ഞു, ഞാൻ ജയിക്കും, ഞാൻ ജയിക്കും. അല്ലെങ്കിൽ രാജാവിന്റെ പടച്ചട്ട വേണ്ട, അല്ല അവന്റെ ആടയാഭരണങ്ങൾ ഒന്നും വേണ്ട, അവന്റെ വാളും പരിചയം ഒന്നും വേണ്ട, മേൽ വീണ ഒരു അഭിഷേകം ഉണ്ടെങ്കിൽ ഞാൻ ജയിക്കുമെന്നൊരു ഉറപ്പ് ദാവീദിനുണ്ടായിരുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ പ്രഭാതയാമത്തിലും അല്ലെങ്കിൽ സന്ധ്യായാമത്തിലും, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, വിവിധ രാജ്യങ്ങളിൽ നാം ആയിരിക്കുമ്പോഴും വിവിധ സമയങ്ങളിൽ നാം ആയിരിക്കുമ്പോഴും ഒരു കാര്യം ഉറപ്പോടെ പറയാം, നമ്മുടെ മേലുള്ള തെരഞ്ഞെടുപ്പിനെ കുറിച്ച് മറ്റാരും അറിയണ്ട, നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്റെ അമ്മയ്ക്ക് 88 വയസ്സുണ്ട്. രാമനാമം മാത്രം ജപിച്ചിരുന്ന അമ്മ സ്തോത്രം മാത്രം പറയുന്ന അമ്മയായി മാറി. സ്തോത്രം, ഹല്ലേലൂയ. ഈ അടുത്ത സമയത്ത് കണ്ണിന് പ്രഷർ കൂടി ഗ്ലൂക്കോമയായി, അല്ലെങ്കിൽ കണ്ണ് പഴുത്ത് മഞ്ഞപ്പൊടി വാരിയിട്ട പോലെ കണ്ണ് പഴുത്തുപോയി. സ്തോത്രം. ലോകത്തിലെ വൈദ്യന്മാർ മണിക്കൂറുകൾക്കുള്ളിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കണ്ണെടുത്ത് കളയണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഒരു രാത്രി മുഴുവൻ സ്തോത്രം പറഞ്ഞ് രാവിലെ ആയപ്പോ നമ്മുടെ കണ്ണുപോലെയായി. ഇന്നും ഹാലിൽ ഈ രാജ്യത്തേക്ക് വന്ന് എനിക്ക് വേണ്ടി 88-ാമത്തെ വയസ്സിലും സ്തോത്രം പറഞ്ഞ് രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അമ്മയാ. അങ്ങനെയെങ്കിൽ പ്രിയ മാതാപിതാക്കളോട് ഞാനൊരു ദൂത് പറയാം,
നാം പ്രാർത്ഥിക്കുന്നതൊന്നും വെറുതെയായി മാറത്തില്ല കേട്ടോ. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രായം അതിനൊരു വിഷയമല്ലെന്നേ. ഹല്ലേലൂയ. പ്രായം ഒരു അഭിഷേകത്തിന് പ്രായം ഒരു വിഷയമല്ല. ഹല്ലേലൂയ. അഭിഷേകത്തിന് സ്തോത്രം പറയുന്ന പ്രായം ഒരു വിഷയമല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇന്ന് പകലും രഞ്ജിത്ത് പറഞ്ഞു, ഞാൻ ഈ കൺവെൻഷൻ വേദികളിലൊക്കെ പറയും, പുറത്താണല്ലോ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. കഴിഞ്ഞ 40 ദിവസം ഞാൻ പച്ചവെള്ളം മാത്രം കുടിച്ചുകൊണ്ട് 40 ദിവസം ഉപവസിച്ചു, 40 കൺവെൻഷന് പ്രസംഗിച്ചു. സ്തോത്രം. നല്ലിയ 40-ലധികം തെരുക്കോടുകളിൽ ഞാൻ യേശുവിനെ പ്രസംഗിച്ചു. സ്തോത്രം. എല്ലാ ദിവസവും യാത്രകളാണ്. സ്തോത്രങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വടക്കേ ഇന്ത്യയിലും തമിഴ്നാട്ടിലും ഒക്കെ ആയിരുന്നു. സ്തോത്രങ്ങളിൽ ഞാൻ പറയാറുണ്ട്, സ്തോത്രം, ഈ തൊണ്ടക്കുഴി ശബ്ദമുള്ളപ്പോൾ ആരും അതരം പൂട്ടി ഈ ദൈവസന്നിധിയിൽ ഇരിക്കരുത്. സ്തോത്രം. കരങ്ങൾക്ക് ബലമുള്ളപ്പോൾ കരം അടിച്ച് ദൈവത്തെ സ്തുതിക്കണം. കാലുകൾക്ക് ബലമുള്ളപ്പോൾ ഒറ്റ യോഗം മുടക്കരുത്. അല്ലെ, നമ്മൾ ഈ പാൻഡമിക് സിറ്റുവേഷനിലൂടെ ഒക്കെ കടന്നു പോയല്ലോ. 1.5 മീറ്റർ അകലം പാലിച്ചുകൊണ്ടാണോ ഈ വന്നിരിക്കുന്നത്? അല്ല, 10 രൂപയുടെ മാസ്ക് ധരിച്ചുകൊണ്ടാണോ? 5 രൂപയുടെ സാനിറ്റൈസർ കൊണ്ട് കൈ തുടച്ചുകൊണ്ടാണോ? മഞ്ഞൾ വെള്ളം കുടിച്ചുകൊണ്ടാണോ? കരിഞ്ജീരകം വരി കഴിച്ചത് കൊണ്ടാണോ? പ്രൈസ് ദി ലോർഡ്. അല്ല, ഇതൊക്കെ ചെയ്ത കോടാനുകോടി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോഴും കൃപയാൽ തമ്പുരാൻ ആയുസ്സോട് ആരോഗ്യത്തോട് വെച്ചിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവം തന്ന ആയുസ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭാരപ്പെടുന്ന ഒരു കാര്യം, സ്തോത്രം, ഈ മുസ്ലിം സഹോദരങ്ങൾ ഒരു ദിവസം 5 പ്രാവശ്യം നിസ്കരിക്കും, 7 ദിവസം ആകുമ്പോൾ 35 പ്രാവശ്യം നിസ്കരിക്കും. ഞാനൊരു യാഥാസ്ഥിക ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടതാ. നന്നാ പ്രഭാതത്തിൽ അമ്മ വന്ന് കിടക്കയിൽ വന്ന് തട്ടി ഉണർത്തുമ്പോൾ കണ്ണു തുറന്ന് വെളിയിലിറങ്ങുമ്പോൾ കാണുന്നത് സൂര്യനെ ദർശിച്ച് തൊഴുതു നിൽക്കുന്ന അപ്പനെ കണ്ടാ വളർന്നത്. സ്വത്രം. 17 വയസ്സ് വരെ 18 വയസ്സ് വരെ മതപാഠശാല പഠിച്ചു. സ്വത്രം. ഇതുപോലൊന്നും അല്ല, ട്രാഫിക് ലൈറ്റ് പോലെ കുറിയും തൊട്ട് കയ്യിൽ രാഗിയും കെട്ടിയൊക്കെ നടന്നതാ. സ്വത്രം. കൃപയാൽ കർത്താവിന്റെ സ്നേഹം ആകർഷിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ന് ഈ പുസ്തകം നെഞ്ചോട് വെച്ചുകൊണ്ട് ഏത് തെരുവിലും അല്ലെങ്കിൽ ആരുടെ മുമ്പിലും ധൈര്യത്തോടെ നിന്ന് വിളിച്ചു പറയുന്ന ഒരൊറ്റ കാര്യമുണ്ട്, മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒറ്റ നാമമേ ഉള്ളൂ, അതെന്റെ യേശുവിന്റെ നാമമല്ല. അതെനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ള ഒരു വാക്യമാണ്. ഫിലിപ്പ്യലേഖനം 2-ാം അധ്യായത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും 3 ലോകവും മുട്ടുമടക്കുന്ന ഒരൊറ്റ നാമമുണ്ടെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറയാ, അത് യേശുവിന്റെ നാമം മാത്രം. ആ നാമത്തിലാണ് ഇന്ന് രാത്രി നാം കൂടി വന്നിരിക്കുന്നത്. ദൈവം നമ്മളെ വിളിച്ചതിന്റെ പിന്നിലുള്ള പദ്ധതി എന്താണ്? ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ പിന്നിലുള്ള പദ്ധതി. അബ്രഹാമേ, നിന്നെ തെരഞ്ഞെടുത്തതിന്റെ പിന്നിലുള്ള പദ്ധതി. പൗലോസെ, നിന്നെ തെരഞ്ഞെടുത്തതിന്റെ പിന്നിലുള്ള പദ്ധതി. അല്ലെ, യോനയെ നിന്നെ തെരഞ്ഞെടുത്തതിന്റെ പിന്നിൽ, അല്ലെ, നോഹയെ നിന്നെ തെരഞ്ഞെടുത്തതിന്റെ പിന്നിലുള്ള പദ്ധതി, അല്ലെ, ഹന്നായെ നിന്നെ തെരഞ്ഞെടുത്തത്, മറിയെ നിന്നെ തെരഞ്ഞെടുത്തത്, പത്രോസെ നിന്നെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്തതിന് പിന്നിൽ നമ്മുടെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആ പദ്ധതിക്ക് വിരോധമായി ഈ ലോകത്തിലെ ഏതെല്ലാം ശക്തികൾ എതിരായി എഴുന്നേറ്റാലും, ഏതെല്ലാം അന്ധകാര ശക്തികൾ എഴുന്നേറ്റാലും, ഏതെല്ലാം പൈശാചിക മണ്ഡലങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് വെല്ലുവിളിച്ചാലും, ഈ ലോകം മുഴുവൻ അഭിഷേകമുള്ളവൻ എതിരായി നിന്നാലും, ഇന്ന് രാത്രി ആത്മാവിൽ ഒരു ദൂത് പറയാം, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കത്തില്ല. ഈ രാത്രി അതൊന്ന് വിശ്വസിക്കുവാൻ കഴിയുമോ? ഈ പ്രഭാതയാമത്തിൽ എന്റെ പ്രിയരെ ഒന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ആയുധം ഉണ്ടാക്കത്തില്ലെന്ന് പുസ്തകം പറഞ്ഞില്ല. നിനക്ക് വിരോധമായി ആയുധം ഉണ്ടാക്കും, എന്നാൽ അത് ഭരിക്കത്തില്ല. ആ ആയുധത്തിന്റെ വായ്ത്തലയെ മടക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കാൻ തയ്യാറാക. നിന്റെ കുടുംബത്തിനെതിരെ, നിനക്കെതിരെ, എനിക്കെതിരെ, നമുക്കെതിരെ നിൽക്കുന്ന സകല ആയുധത്തിന്റെ വായ്ത്തലയും മടക്കാൻ കഴിവുള്ള സർവശക്തനായ ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. സൈന്യങ്ങളുടെ രക്ഷകനായ യഹോവ നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. അങ്ങനെയെങ്കിൽ ജീവിതത്തിന്റെ മുന്നിൽ കടന്നു വരുന്ന ഏത് മാനുഷിക പൈശാചികമായ മണ്ഡലങ്ങളെയും ഓവർകം ചെയ്യാനുള്ള ദൈവകൃപ. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. ഏത് പ്രശ്നമായിക്കോട്ടെ. സ്വതന്ത്രം. ഒരു കാര്യം ഞാൻ ആത്മീയരായ എന്റെ ദൈവമക്കളോട് പറയാം, ആരും വളർത്തുമെന്ന് പറഞ്ഞ് ഒരു മനുഷ്യരും ഇരിക്കരുത്. സ്തോത്രം. ഞങ്ങളെ ആരും വളർത്തിയതല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരുമാറാക്കുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ, ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. യോസഫിനെ കുറിച്ച് പറഞ്ഞു, യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം. എനിക്ക് ഭയങ്കര സന്തോഷം അത് വായിക്കുമ്പോൾ. യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം. ഉൽപ്പത്തി പുസ്തകം അവസാന അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, ഫലപ്രദമായ ഒരു വൃക്ഷമാണ്. എന്നിട്ട് അടുത്ത് എഴുതിയേക്കുന്നത്, അത് മതിലിന്റെ മേൽ പടർന്നെന്ന്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇത് വായിച്ചപ്പോൾ. യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷമാണ്, അത് മതിലിന്റെ മേൽ പടർന്നു. സ്തോത്രം. നമുക്കറിയാം, ഒരു വൃക്ഷം ഇങ്ങനെ നിന്നാൽ മതിൽ അതിനോട് ചേർന്ന്, മതിൽ കെട്ടുന്നവർക്കറിയാം, വൃക്ഷം ഇങ്ങനെ അതിരിന്ന് നിൽക്കുകയാണെങ്കിൽ ഒന്നുകിൽ ആ വൃക്ഷം വെട്ടിക്കളയണം, അല്ലെങ്കിൽ അത് വിട്ടു വേണം മതിൽ കെട്ടാൻ. അങ്ങനെയെങ്കിൽ യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷമാണ്, അത് മതിലിന്റെ മേൽ പടർന്നെന്ന്. അങ്ങനെയെങ്കിൽ സ്തോത്രം, മതിൽ നിന്നാൽ ഇതിനെ ഞെരുക്കിക്കളയും. സ്തോത്രം. വളരാൻ അനുവദിക്കത്തില്ല. എന്നാൽ ആ മതിലിന്റെ മേൽ അവൻ പടർന്നെന്ന്. അങ്ങനെയെങ്കിൽ ദൈവത്തിലെ വളർത്താൻ ആരുമില്ലെങ്കിലും, യോസഫെ, തടമെടുക്കാൻ ആരുമില്ലെങ്കിലും, വെള്ളമൊഴിക്കാൻ
ആരുമില്ലെങ്കിലും, പടർത്തി വിടാൻ ആരുമില്ലെങ്കിലും, ഉയർത്തിക്കൊണ്ടുവരാൻ ആരുമില്ലെങ്കിലും, വാഗ്ദത്തമുള്ള ദർശനമുള്ളവനെ സ്വർഗം വളർത്തും. ഹല്ലേലൂയ. ഏത് വൻ വൃക്ഷം അതിനെ ഞെരുക്കുവാൻ നോക്കിയാലും വാഗ്ദത്തമുള്ളവനെ ദൈവം വളർത്തും. സ്തോത്രം. നമുക്ക് വായിക്കാം. അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ എന്തിനാ തിരഞ്ഞെടുത്തത്? അടുത്ത വാക്യം, നിങ്ങൾ പോയി ഫലം കായ്ക്കണം, ഫലം നിങ്ങളുടെ ഫലം നിലനിൽക്കണം. സ്തോത്രം. എന്തിനാ നിങ്ങൾ പോയി എന്ത് ചെയ്യണം? ഫലം കായ്ക്കണം. അടുത്ത് എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ ഫലം എന്ത് ചെയ്യണം? ഫലം നിലനിൽക്കേണ്ടതിന്. 7-ാം അധ്യായം 17-ാം വാക്യമാണെന്ന് തോന്നുന്നു ആ വേദഭാഗം. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതെ, സ്തോത്രം. അതിന്റെ 17-ാമത്തെ വാക്യം, 16-ാമത്തെ വാക്യം. നല്ല വൃക്ഷം, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ നല്ല തിരിച്ചറിയാം. വൃക്ഷം ഒക്കെ അവരുടെ നല്ല ഫലം ഫലങ്ങളാൽ, കായ്ക്കുന്നു. 16-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവരുടെ ഫലങ്ങളാൽ അവരുടെ നിങ്ങൾക്ക് അവരെ ഫലം തിരിച്ചറിയാം. ഫലങ്ങളിൽ മുള്ളുകളിൽ നിങ്ങൾക്ക് നിന്ന് അവരെ മുന്തിരിപ്പഴവും. തിരിച്ചറിയാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഞാൻ വായിക്കാം. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷം ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്ക്കുവാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയണം. സ്തോത്രം. ദൈവം എന്തിനാ തെരഞ്ഞെടുത്തത്? നമ്മളിൽ നിന്ന് നല്ല ഫലം പുറപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ആത്മീയ ഗോളം ആകമാനം ഒന്ന് കണ്ണുപിടിച്ചു നോക്കിയാൽ ഈ സ്വന്തം അകത്തുള്ളവർക്കൊന്നും തോന്നത്തില്ല, പക്ഷെ പുറത്തുനിന്ന് ഞാൻ കഴിഞ്ഞ ദിവസം രഞ്ജിത്തിനോട് പറയുന്നു, ആത്മാക്കളെ നേടാൻ ദൈവം എന്റെ ജീവിതത്തിൽ എനിക്ക് തന്നൊരു കൃപയുണ്ട്. സ്തോത്രം. എവിടെ പോയാലും സ്തോത്രം, ആത്മാക്കളെ നേടാൻ ഒരു അസാധാരണ കൃപ ദൈവം തന്നിട്ടുണ്ട്. സ്തോത്രം. എവിടെ ചെന്നാലും സ്തോത്രങ്ങളിൽ എവിടെ കാൽ ചവിട്ടിയാലും, എൻ്റെ പ്രിയ സഹോദരങ്ങൾക്കൊക്കെ അതറിയാം, അവരെ കൊണ്ടേ തിരിച്ചറിഞ്ഞ് വരുവുള്ളൂ. അങ്ങനെ ഒരു ദൈവകൃപ ദൈവം തന്നിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം, ആത്മാക്കളെ നേടാൻ വലിയ പ്രയാസമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷെ എവിടെ കൊണ്ട് വിടുവെന്നുള്ളതാ ഇപ്പൊ പ്രശ്നം. എവിടോട്ടാ കൊണ്ട് വിടുന്നേ? സ്തോത്രം. സഭകളെല്ലാം സംഘടനകളായി മാറി, ആരാധനകളെല്ലാം പ്രഹസനങ്ങളായി മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ എക്കാലത്തും ദൈവം ഒരു ശേഷിപ്പിനെ തെരഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ശേഷിപ്പ് എക്കാലത്തും ഉണ്ട്. പ്രിയമുള്ളവരെ, സ്തോത്രം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപെട്ട് ആരാധിക്കുന്ന ദൈവമക്കൾക്ക് സ്തോത്രം, ദൈവം ഒരു പ്രമാണം വെച്ചു. നമ്മുടെ അവസ്ഥ നോക്കി ദൈവം ഒരിക്കലും പ്രവർത്തിക്കത്തില്ല. ദൈവത്തിനൊരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയ്ക്ക് അപ്പുറമായിട്ട് ദൈവം ഒന്നും ചെയ്യത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം എന്തിനാ നമ്മളെ തെരഞ്ഞെടുത്തത്? നമ്മളിൽ നിന്ന് ഫലം പുറപ്പെടണം. പെന്തിക്കോസി വന്നിട്ട് 4-ാം തലമുറയായി, 5-ാം തലമുറയായി, 45 വർഷമായി, 28 വർഷമായി, 30 വർഷമായി. എന്തുകൊണ്ട് പ്രയോജനം? സ്തോത്രം. ഞാൻ പലപ്പോഴും എന്റെ കൂടെ സഹോദരിമാരൊക്കെ ഉണ്ട്. ഞാൻ എപ്പോഴും പറയും, സ്തോത്രം, ഏത് സമയത്തും നാം ആത്മാവ് പ്രാർത്ഥിക്കും. കർത്താവുമായിട്ടുള്ള ആ കണക്ഷൻ നഷ്ടപ്പെടാതിരുന്നാലുണ്ടല്ലോ, സ്തോത്രം, ആ ഒരു ബന്ധം നഷ്ടപ്പെടാതിരുന്നാൽ, സ്തോത്രം, രഞ്ജിത് ബ്രദറും കുടുംബത്തെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലെ ഉറങ്ങിയിട്ടില്ല, ഒരു ദിവസം ഉറങ്ങുന്നില്ല. സ്തോത്രം. ഇവരൊക്കെ എപ്പോഴും പ്രാർത്ഥന, രാവും പകലും ഒരുപോലെ പ്രാർത്ഥന. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും വാതുക്കലായി, പ്രിയമുള്ളവരെ. സ്തോത്രം. കഴിഞ്ഞ നാളുകളൊക്കെ നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു, അയ്യോ അതുപോലൊക്കെ അല്ല, ഒരിക്കലുമല്ല. സ്തോത്രം. അല്ലെ, ഞാൻ ഒറ്റ കാര്യം ഉറപ്പോടെ ഏത് സ്റ്റേജിലും വിളിച്ചു പറയും, ഈ തലമുറയിൽ നമ്മുടെ കർത്താവ് വരും. എത്ര പേർക്ക് അതിന് ആമേൻ പറയാൻ പറ്റും? ഈ തലമുറയിൽ നമ്മുടെ ഈ തലമുറയിൽ, അടുത്ത ജനറേഷൻ നോക്കണ്ട, ഈ തലമുറയിൽ. സ്തോത്രം. നമ്മൾ ആരും ഹല്ലേലൂയ കല്ലറയ്ക്കകത്തോട്ട് പോകുന്നവരല്ല, കാഹളനാദം കേട്ടെടുക്കപ്പെടാൻ പോകുന്നവരാ. വിശ്വാസമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ തലമുറയിൽ നമ്മുടെ കർത്താവ് വരും. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഒരു ഉറപ്പോടെ നാം ഒന്ന് കാഴ്ചപ്പാടുകൾ എന്ത് കണ്ടുകൊണ്ടാണ് നമുക്ക് ഈ ഭൂമി നെഗളിക്കാനുള്ളത്? കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ സ്നേഹിതയോട് ഇങ്ങനെ പറയായിരുന്നു, എന്തുകൊണ്ട് ചിലർ വാഹനം കണ്ടാന്നെങ്കിലും, വീട് കണ്ടാന്നെങ്കിലും, ആരോഗ്യമുള്ള ശരീരമുണ്ട്, അല്ലെ ആരോഗ്യമുള്ള മക്കൾ, ഒന്നിനകത്തും നെഗളിക്കാനില്ല. എന്തോ പ്രിയമുള്ളവർ, ഓടിച്ചോണ്ട് പോകുമ്പോ എതിരെ വരുന്ന പാട്ട കൊണ്ട് ഈ പാട്ടെ കൊണ്ട് ഇടിച്ചാ തകർന്നു പോകുന്ന ഈ പാട്ട വണ്ടി കണ്ടോണ്ട് എന്താ അഹങ്കരിക്കാനാ? സ്തോത്രം. ഈ ഭൂമി ഒന്ന് ചലിച്ചാൽ സ്തോത്രം തീർന്നു. ഈ സിമെന്റ് കണ്ടുകൊണ്ട് എന്തോ അഹങ്കരിക്കാനാ? ഒന്ന് കുനിഞ്ഞൊരു കാര്യം, ഒരു കുനിഞ്ഞൊരു കാര്യം ഒന്ന് എടുത്താൽ സ്തോത്രം, നരമ്പൊന്ന് ഇടറിയാ മതി. സ്തോത്രം, തീർന്നു. അല്ലെ, ഇത് കണ്ടുകൊണ്ട്, ഈ ശരീരം കണ്ടുകൊണ്ട് എന്തോ അഹങ്കരിക്കാനാ? ഈ വാഹനം കണ്ടുകൊണ്ട് എന്തോ അഹങ്കരിക്കാനാ? ഒന്നുമില്ല. നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു നേരത്തെ ഭക്ഷണം കഴിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം പ്രിയമുള്ള, ഒന്നിനകത്ത് നമുക്ക് അഹങ്കരിക്കാനില്ല, ഒന്നിനകത്ത് നിഗളിക്കാനില്ല. ഞാൻ മാവേലിക്കര ഫിലിപ്പ് മെമ്മോറിയൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്ത്, ഐസിയുലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്.
ഞാൻ ഐസിയിൽ നിൽക്കുമ്പോൾ പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, വേദനയോട് ഓർക്കാറുണ്ട്. സ്തോത്രങ്ങളില് അതെന്റെ മനസ്സിൽ മാറാതെ നിൽക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. സ്തോത്രം. ഏതെല്ലാം മാരക രോഗങ്ങളോടാ വന്ന് കിടക്കുന്നതും, സ്തോത്രം, ആക്സിഡന്റ് പറ്റിയും, ചില കുഞ്ഞു പിള്ളേരുണ്ട്, അല്ല ചെറുപ്പക്കാരുണ്ട്, യൗവനക്കാരുണ്ട്, കൗമാരക്കാരുണ്ട്, വാർദ്ധക്യമുള്ള എല്ലാവരും അകത്ത് കിടക്കും. ചിലരൊക്കെ ആണെങ്കിൽ അതിവേദന സഹിക്കാൻ വയ്യാതെ വരുമ്പം പുറകിൽ ഈ ഡോറിന് വെളിയില് ക്ലാസ് വെച്ച് കൊതുകടിയും കൊണ്ട്, സ്തോത്രം, എന്റെ പ്രിയപ്പെട്ടവരുണ്ട്. ചിലരാണെ വിളിക്കും, ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, എന്റെ ഹൃദയത്തിൽ നിന്ന് മാറാതെ കിടക്കുന്ന ഒരു മുസ്ലിം സഹോദരിയാണ്. അവള്, സ്തോത്രം, രോഗിയായി കിടക്കുമ്പോൾ അകത്ത് കിടന്ന് മച്ചാനി മച്ചാനി എന്ന് വിളിക്കും. എന്നിട്ട് ഞങ്ങൾ അടുക്ക ചെല്ലുമ്പോൾ അല്ലറി വിളിച്ചിട്ട് പറയും, സിസ്റ്ററെ എന്റെ മച്ചാനെ ഇനി വിളിക്ക്. അദ്ദേഹമാണെങ്കിൽ പാവം ഉറക്കളച്ച് വെളിയിലിരിക്കുക. സ്തോത്രം, ഇന്നലെ വരെ കൂടെ ഒന്നിച്ച് കിടന്ന് ഉറങ്ങിയവരാ. പക്ഷേ സ്തോത്രം, ഞങ്ങൾക്ക് അദ്ദേഹത്തെ വിളിച്ച് അവളുടെ അടുക്കല് അവിടെ ഇരുത്താൻ പറ്റത്തില്ല. അപ്പൊ അപ്പുറത്ത് കിടക്കുന്നവരുണ്ട്. സ്തോത്രം, അവരുടെ എല്ലാം പ്രിയപ്പെട്ടവരെ വിളിക്കേണ്ടി വരും. സ്തോത്രം, ഞങ്ങൾ പറയും വിഷമിക്കണ്ട, അവർ വെളിയിലുണ്ട്. ഞാൻ എപ്പോഴും ആ വേദനാജനകമാകുന്ന അനുഭവം എപ്പോഴും ഓർക്കും, പ്രിയമുള്ളവരെ. സ്തോത്രം. അങ്ങനെ ഓരോരുത്തരും ഞങ്ങൾ അടുക്ക ചെല്ലുമ്പോൾ, സിസ്റ്ററെ ചേട്ടനെ ഒന്ന് വിളിക്ക്, അച്ചായനെ ഒന്ന് വിളിക്ക്, അവളെ ഒന്ന് വിളിക്ക്, അമ്മാമ്മയെ ഒന്ന് വിളിക്ക്. പ്രിയമുള്ളവരെ, എത്രയൊക്കെ സ്നേഹബന്ധമാന്ന് പറഞ്ഞാലും, സ്തോത്രം, ഹല്ലേലൂയ, ഈ ലോകത്തിലെ ജീവിതമൊക്കെ ഇത്രയേ ഉള്ളൂ. ഒരൊറ്റപ്പെടൽ എക്കാലത്തും എല്ലാവർക്കും ഉണ്ടാകും. പ്രീസ്, അതിനെക്കുറിച്ച് നമ്മൾ ഒന്നിച്ചിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ല. സ്തോത്രം. ഒടുവിൽ അവിടെ കിടന്നുകൊണ്ട് ഒരു പക്ഷേ, സ്തോത്രം, ഇനി വിളിക്കെന്ന് പറഞ്ഞ് കണ്ണുനീരോടെ പറഞ്ഞിട്ട് ഞങ്ങളുടെ കൈ പിടിച്ചിട്ട് ജീവൻ പോയി എത്ര കേസ് കിട്ടുണ്ടെന്നറിയാമോ? അടുക്ക ചെല്ലുമ്പോൾ ഒന്ന് വിളിച്ചൊന്ന് കാണിക്കാമോ എന്ന് പറഞ്ഞിട്ട്, സ്തോത്രം, എപ്പോഴും പറയും, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. സ്തോത്രം. ചിലപ്പോൾ വിളിച്ചുകൊണ്ട് കാണിക്കും, പക്ഷെ എല്ലാവർക്കും ആ സാഹചര്യം എപ്പോഴും പറ്റത്തില്ല. ചിലപ്പോൾ അവസാന നിമിഷത്തിലായിരിക്കും പറയുന്നത്, ആ നിമിഷത്തിൽ ജീവൻ പോകും. നോക്കണമേ, അതെല്ലാം കഴിഞ്ഞ്, സ്തോത്രം, പിന്നെ ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞ് ഞങ്ങൾ വിളിച്ചെന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിച്ച് അവരകത്ത് വരുമ്പോൾ ജീവൻ പോയി. ഞാൻ പറഞ്ഞത് ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യന്റെ. സ്വത്രം, ഇതൊക്കെ കണ്ട് മനസ്സ് മരവിച്ചപ്പോൾ, സ്വത്രം, എന്താണ് ജീവിതം? കർത്താവ് പറഞ്ഞു, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം മാത്രം. ഇത്രയേ ഉള്ളൂ ദൈവമക്കളെ നമ്മുടെയൊക്കെ ജീവിതം. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തൊന്നും പ്രശംസിക്കാനില്ല. പക്ഷെ ഒരൊറ്റ കാര്യം എന്റെ ഹൃദയത്തെ അരക്കിട്ടുറപ്പിച്ച ഒരു കാര്യമുണ്ട്. സ്തോത്രം, ചെയ്യാൻ കഴിയുന്നത് കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി നമുക്ക് തന്നെ ആയുസ്സിൽ നമ്മൾ ചെയ്തു തീർക്കണം. സ്തോത്രം, ഇന്ന് വരെ അതിന് പറ്റിയില്ലെങ്കിൽ, സ്തോത്രം, നിശ്ചയമായിട്ടും നമ്മളെ തെരഞ്ഞെടുത്തതിന്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മളെ തെരഞ്ഞെടുത്തതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഒരു ആശ. നമ്മൾ ഫലം കായ്ക്കണം. സ്തോത്രം. ഞാനതാ ചോദിച്ചേ, പെന്തിക്കോസി വന്നിട്ട് എത്ര വർഷമായി, എത്ര കാലമായി ഫലം കായ്ക്കാൻ പറ്റിയിട്ടുണ്ടോ? ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഫലം, അല്ലെ, ഫലത്തിന് വേണ്ടി ദൈവം നമ്മളെ കാത്തിരുന്ന അനുഭവങ്ങളുണ്ട്. സ്തോത്രം. ഞാന് സ്തോത്രം, യെശയ്യാ പ്രവചനം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. 5-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം, 1 മുതൽ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. യെശയ്യാ പ്രവചനം 5-ന്റെ 1 മുതൽ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്, സ്തോത്രം, യെശയ്യാ ഞാൻ എന്റെ പ്രിയതമൻ അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എന്റെ പ്രിയന്റെ പാട്ട് പാടും. ആ എന്റെ പ്രിയതമൻ ഏറ്റവും ഫലവത്തായ ഏറ്റവും ഫലവത്തായ കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കി കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നടുവിലൊരു ഗോപുരം പണിതു, ഒരു ചക്ക് വിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. ആകയാൽ യെരൂശലേം നിവാസികളും യഹൂദ പുരുഷന്മാരായുള്ളവരെ, എനിക്കും എന്റെ മുന്തിരിത്തോട്ടത്തിന് മധ്യേ വിധിപ്പിൻ. ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറേ, അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചത് എന്താ? ആകയാൽ വരുവിൻ, ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യും എന്ന് നിങ്ങളോട് അറിയിക്കാം. ഞാൻ അതിന്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നുപോകും. ഞാൻ അതിന്റെ മതിൽ ഇടിച്ചു കളയും, അത് ചവിട്ടി മെതിച്ചു പോകും. ഞാൻ അതിനെ ശൂന്യമാക്കും, അത് വള്ളിത്തല മുറിക്കാതെയും കിളിക്കാതെയും ഇരിക്കും. പറക്കാരെയും മുള്ളും അത് മുളയ്ക്കും. താങ്ക് യു. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, സ്തോത്രം, എന്റെ പ്രിയതമൻ ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടമുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന 2-ാം വാക്യം, അവൻ അതിൽ വേലി കെട്ടി. സ്തോത്രം. വേലി കെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരി നട്ടു. സ്തോത്രം. ഒരു ഗോപുരം പണിതു, ഒരു ചക്കുമിട്ട്. മുന്തിരിങ്ങ കായ്ക്കുമെന്നവൻ കാത്തിരുന്നു, കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങയൊക്കെ. അപ്പൊ നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് നല്ല ഫലം കായ്ക്കണം, നല്ല ഫലം കായ്ക്കണം. അപ്പൊ നോക്കണമേ, സ്തോത്രം, നല്ല ഒരു മുന്തിരിത്തലയാ കൊണ്ടു നട്ടത്. നോക്കിക്കേ, ആ മുന്തിരിത്തല നടുന്നതിന് മുമ്പ്
എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ചെയ്തു. സ്തോത്രം, അല്ലേ? നോക്കണമേ, സ്തോത്രം. അതിന് ചുറ്റും വേലി കെട്ടി. അപ്പം മുന്തിരിത്തല നടുന്നതിന് മുമ്പ് അതിന് ചുറ്റും വേലി കെട്ടി. സ്തോത്രം. അതിലെ കല്ലെല്ലാം പെറുക്കി കളഞ്ഞു. സ്തോത്രം. അതിനകത്ത് ഏറ്റവും നല്ല വക മുന്തിരിത്തൈ നട്ടു. സ്തോത്രം. എന്നിട്ട് നടുവിൽ ഒരു ഗോപുരവും പണിഞ്ഞു. നോക്കണേ, വിളിയാലുള്ള ആശ. സ്തോത്രം. പ്രതീക്ഷയാ. സ്തോത്രം. നമ്മളെ തെരഞ്ഞെടുത്തതിന്റെ ദൈവത്തിനൊരു പ്രതീക്ഷ. സ്തോത്രം. ദൈവമക്കളെ, നമ്മളെ കൊണ്ട് ചെയ്യിക്കാനിരിക്കുന്ന ദൈവിക ശുശ്രൂഷ മറ്റൊരാളെ കൊണ്ട് ദൈവം ചെയ്യിക്കത്തില്ല. ഞാനത് വിശ്വസിക്കുന്നു. സ്തോത്രം. യോനയെ കൊണ്ട് നിനവെ പട്ടണം വിടിവിച്ച് പുറത്തു കൊണ്ടുവരണമെന്നുള്ള ദൈവിക ദൗത്യമാണെങ്കിൽ, സ്തോത്രം, മത്സ്യത്തിന്റെ വയറ്റിൽ 3 രാവും പകലും ഇട്ട് അയ്യം വിളിപ്പിച്ചാലും അവനെ കൊണ്ട് തന്നെ ദൈവം അത് ചെയ്യിക്കും. സ്തോത്രം. അല്ലേ? നോഹയെ കൊണ്ട് പെട്ടകം പണിയിക്കുകയും പ്രസംഗിപ്പിക്കുകയും അവന്റെ കുടുംബത്തെ അതിനകത്ത് കയറ്റുകയും ചെയ്യുന്നുള്ള ദൗത്യം അവനെക്കുറിച്ച് ദൈവത്തിനുണ്ടെങ്കിൽ ആ നോഹയെ കൊണ്ട് തന്നെ ദൈവം അത് ചെയ്യിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ദൈവമക്കൾ എപ്പോഴും മനസ്സിലാവും, മോശയിലൂടെ മിസ്രൈം എന്ന ഇരുമ്പുലയുടെ നടുവിൽ നിന്ന് ആ ജനത്തെ പുറത്തു കൊണ്ടുവരണമെന്നുള്ളത് ദൈവിക ദൗത്യമാണെങ്കിൽ നിശ്ചയമായിട്ടും അദ്ദേഹത്തെ കൊണ്ട് തന്നെ അത് ചെയ്യിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നാം ഓരോരുത്തരും ചിന്തിച്ചോ, നിങ്ങളെ കൊണ്ടും എന്നെ കൊണ്ടും ദൈവത്തിന് ഈ പട്ടണത്തിൽ നിങ്ങളായിരിക്കുന്ന ഇടത്ത് ചിലതൊക്കെ ദൈവത്തിന് ചെയ്യുവാനുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങളെ ദൈവത്തിന് ഈ പട്ടണത്തിൽ ചിലത് ചെയ്യിക്കുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? എന്തിനാ തെരഞ്ഞെടുത്തത്? സ്തോത്രം. ഹല്ലേലൂയ. രഞ്ജിത്തിനെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. കൊച്ചുമോളെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. സൂസൻ വർഗീസിനെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ ഉമ്മൻ വർഗീസിനെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ശ്രീലേഖയെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. ബിജു രാജിയെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്താണ് പദ്ധതി? ആ ദേശത്ത് ദൈവത്തിന് ചിലത് ചെയ്യുവാൻ, കുടുംബത്തിനകത്ത് ദൈവത്തിന് ചിലത് ചെയ്യുവാൻ. യോനയിലൂടെ ദൈവം ചെയ്ത ദൗത്യം പോലെ, നോഹയിലൂടെ ദൈവം ചെയ്ത ദൗത്യം പോലെ, അല്ലെങ്കിൽ ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ആ പദ്ധതിയുടെ നിർവഹണത്തിന് വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ പലപ്പോഴും നമ്മളൊക്കെ റൂട്ട് മാറി സഞ്ചരിക്കാറുണ്ട്. എന്നാൽ ആ റൂട്ട് മാറുമ്പോഴാണ് ചില ദൈവിക ശോധനകൾ നമുക്ക് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ചില വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിൽ വരുമ്പോൾ ഇത് നമ്മളെ തകർക്കാനോ മുടിച്ചു കളയാനോ നശിപ്പിക്കുവാനോ ഇല്ലായ്മ ചെയ്യുവാനോ അല്ല. ചില രോഗം വരുമ്പോൾ നമ്മൾ പറയും, ഇതോടെ തീർന്നു, ഇതുകൊണ്ട് തീർന്നു, ഇവിടം കൊണ്ട് അവസാനിച്ചു. അയ്യോ, അവർക്ക് ഈ രോഗമായിരുന്നു, അവർക്ക് ഇങ്ങനെയായിരുന്നു, ഈ പാടാ വന്ന്, ഈ മഴയാ വന്ന്. ഇത് പ്രത്യേകിച്ച് ഇപ്പം അല്ലെങ്കിൽ ഈ എന്താ പറഞ്ഞേ, യൂട്യൂബിലൊക്കെ കയറി നോക്കി ഇതുപോലെ പാട് വന്നവർക്ക് എന്തൊക്കെ സംഭവിച്ചു അല്ലെ എന്നൊക്കെ. അയ്യോ, ഇതൊന്നും പറഞ്ഞ, പ്രത്യേകിച്ച് ഞങ്ങൾ സഹോദരിമാർ ഇതിന്റെ മുമ്പിൽ നിന്ന് മാറുന്നതേ ഇല്ല. സ്വോത്രം. അല്ലെ, നഖത്തിന് കളർ വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ സ്കിന്നിന് കളർ വ്യത്യാസമുണ്ടോ, നാക്കിനും കണ്ണിനും കളർ വ്യത്യാസം, ഇതൊക്കെ ഇങ്ങനെ നോക്കി 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 ഇരുന്ന് ചുമ്മാതെ അങ്ങ് രോഗിയാകുക. പ്രൈസ്. ആ സമയം കൊണ്ട് 10 സ്വോത്രം പറഞ്ഞേ. അല്ലേ, അകത്ത് ആത്മാവിന്റെ ബലമുള്ളവർ സ്തോത്രം പറയണം. ഞങ്ങൾ എപ്പോഴും പറയും, ഞങ്ങളുടെ അപ്പച്ചൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എടാ പ്രഷർ കുക്കറിനകത്ത് പ്രഷർ നിറഞ്ഞാൽ വിസിലടിക്കുമെന്ന്. അമ്മാമ്മ തവി കൊണ്ട് അടച്ചു പിടിച്ചാലൊന്നും അത് പറ്റത്തില്ലെന്നേ. അത് പ്രഷർ തിങ്ങിക്കഴിഞ്ഞ സ്തോത്രം. അല്ലെങ്കിൽ അതാണ് ഹൃദയം നിറഞ്ഞു കവിയുന്നത്, നമ്മുടെ വാ പ്രസ്താവിക്കുന്നത് പോലെ. അല്ലെങ്കിൽ ഞാൻ ഈ പെന്തിക്കോസി വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. സ്വോത്ര, ക്ഷേത്രങ്ങളിൽ ഒന്നും കാണാത്ത ഒരു കാര്യമാ. സ്വോത്ര, ഈ പാസ്റ്റർമാർ വന്ന് സ്റ്റേജിലോട്ട് ഒന്ന് കുടൽ മറിഞ്ഞു കിടന്ന പറഞ്ഞ, ഒന്ന് സൂചിച്ചേ, ഒന്നുകൂടെ സൂചിച്ചേ, കൈ കുടഞ്ഞുകൊണ്ട് സൂചിച്ചേ, തല കുലുക്കിക്കൊണ്ട് സൂചിച്ചേ. എന്നാലും ഈജിപ്തിലെ പിരമിഡ് പോലെ ഇരിക്കുന്ന പെന്തിക്കോസുകാരെ കാണുമ്പോൾ, അല്ലെ, ഞങ്ങളാണ് ഇതൊന്നും അല്ല, പൂജാരി അകത്ത് കയറിയിരുന്ന് നട അടച്ചു കഴിഞ്ഞ് 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് അദ്ദേഹം നട തുറക്കുന്നത്. അതുവരെ വേണ്ട. അല്ലെങ്കിൽ സഹോദരങ്ങളോടൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ കൈ കൂപ്പി കണ്ണടച്ച് അകത്തിരിക്കുന്ന ശക്തി ഏതാണോ അതിനെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കും. 3/4 മണിക്കൂർ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇദ്ദേഹം നട അങ്ങോട്ട് തുറക്കുമ്പോൾ ഞങ്ങളുടെ വിളി അങ്ങ് ഉറക്കെയാക്കും. അല്ലെ, വീട് ഏത്തമിട്ട് നമസ്കരിക്കുമായിരുന്നു. അങ്ങനെ ഒരു പൈതൃകം ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അകത്തിരിക്കുന്ന പൂജാരി പുറത്ത് നിൽക്കുന്ന ജനത്തോടെ, ഭക്തജനങ്ങളോട് സ്തുതിക്കാൻ പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടേ ഇല്ല. പക്ഷെ ഇവിടെ വന്നപ്പോ നോക്കിക്കേ, ജീവനുള്ള ദൈവത്തെ സ്തുതിക്കാൻ പറഞ്ഞു തരണോ? എടാ, അകം തിളച്ചു മറിയുന്നവൻ അതരം പൂട്ടി ഇരിക്കത്തില്ല, അകത്ത് ജീവന്റെ തുടുപ്പുള്ളവൻ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, മാളിക മുറിയായി മാറണം. അല്ലെങ്കിൽ വെറുതെ ഇരുന്ന പറ്റത്തില്ല കേട്ടോ. അകത്ത് ആത്മാവിന്റെ തീ ഇറങ്ങണമെങ്കിൽ നീ ഒരു കാത്തിരിപ്പ് നടത്തണം അകത്ത്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ വീട് മർക്കോസിന്റെ മാളിക മുറിയായി മാറണം. അല്ലെ, തീ ഇറങ്ങുന്ന ഇടമായി മാറണം. കർമ്മേലിന്റെ മുകളിൽ സ്വർഗത്തിലെ ദൈവം അല്ലെങ്കിൽ ഏലിയാവിന് വേണ്ടി തീ ഇറക്കിയെങ്കിൽ, ഹോരേബിന്റെ അടിവാരത്തിൽ മോശയ്ക്ക് വേണ്ടി ദൈവം തീ ഇറക്കിയെങ്കിൽ, കാത്തിരുന്ന ഭക്തന്മാർക്ക് വേണ്ടി തീ പോലെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങിയെങ്കിൽ, നാം എവിടെ ഇരുന്നാലും ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വരും.
സാഹചര്യങ്ങളെ നോക്കി ഇവിടം കൊണ്ട് അവസാനിച്ച് ഇതുകൊണ്ട് തീർന്നു, ഈ രോഗം കൊണ്ട് തീർന്നു, ഈ കടഭാരം കൊണ്ട് തീർന്നെന്ന് ഇനി മേലാൽ പറയരുത്. യോഹന്നാനെ കുറിച്ച് ദൈവം എന്നെ പഠിപ്പിച്ചു. പത്മോസിന്റെ ഏകാന്തതയിലേക്ക് അവൻ പോയി. അല്ലെങ്കിൽ നോക്കണമേ, വറചട്ടിക്കകത്തുനിന്ന് കോരിയെടുക്കുന്നത് പോലെ തിളച്ചെണ്ണയ്ക്കകത്തുനിന്ന് അവിടുന്ന് കോരിയെടുക്കപ്പെട്ടവനായി പത്മോസിന്റെ ഏകാന്തതയിലേക്ക് പോയി. ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. അല്ലെങ്കിൽ പത്മോസിൽ പോയി ഒരുത്തനും ഇന്ന് വരെ തിരിച്ചു വന്നിട്ടില്ല. ആ ചരിത്രമേ ഇല്ല. സ്തോത്രം. അതിനകത്ത് പോയവരാരും തിരിച്ചു വന്നിട്ടില്ല. ഒരുത്തന്റെ അസ്ഥി പോലും തിരിച്ചു കിട്ടിയിട്ടില്ല. പക്ഷേ സ്തോത്രം, ഇത് തന്നെയാണ് നമ്മൾ ചില പ്രശ്നത്തിനകത്തൂടെ പോകുമ്പോൾ ഇതിൽ നിന്ന് ഞാൻ തിരിച്ചു കയറി വരത്തില്ല, ഇതിൽ നിന്ന് എനിക്ക് പുറത്തു വരാൻ പറ്റത്തില്ലെന്നൊക്കെ നമ്മൾ പറയും. സ്തോത്രം. ഹല്ലേ, നിങ്ങൾ നോക്കി, യോഹന്നാൻ ഇതിനകത്തോട്ട് പോയി, പത്മോസിൽ പോയി. സ്തോത്രം. ഹല്ലേലൂയ. പത്മോസിൽ പോയി ഒരെണ്ണവും തിരിച്ചു വന്നിട്ടില്ല. പക്ഷെ യോഹന്നാനെ നീ തിരിച്ചു കയറി വരും. വിശ്വസിക്കുന്നുണ്ടോ? ഈ പ്രശ്നത്തിനകത്തുനിന്ന് നീ തിരിച്ചു വരും, ഈ രോഗത്തിനകത്തുനിന്ന് തിരിച്ചു വരും, ഈ പ്രതികൂലത്തിനകത്ത് തിരിച്ചു വരും, ഈ വെല്ലുവിളിക്കകത്തുനിന്ന് തിരിച്ചു വരും. ഒരുത്തനും തിരിച്ചു വന്നിട്ട് അത് നീ നോക്കുവേ വേണ്ടാന്ന്. നിന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. അല്ലെ, നിന്നെ ഇതിനകത്ത് കയറ്റിയതിന്റെ പിന്നിൽ ദൈവത്തിന് പദ്ധതി. ഈ രോഗം നിനക്ക് തിന്നതിന്റെ പിന്നിൽ, ഈ വേദന നിനക്ക് തന്നതിന്റെ പിന്നിൽ, ഈ കഷ്ടം നിനക്ക് തന്നതിന്റെ പിന്നിൽ, ഇതിനകത്തൂടെ ദൈവം നിന്നെ കയറ്റി വിട്ടതിന്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന്. അങ്ങനെയെങ്കിൽ യോഹന്നാൻ പത്മോസിനകത്തു നിന്ന് പുറത്തു വന്നതുപോലെ ദൈവം പറയുന്നു, ചില വിഷയത്തിനകത്തൂടെ ദൈവം നിന്നെ കയറ്റി വിട്ടത് ഇവിടം കൊണ്ട് നിന്നെ തീർത്തു കളയാനല്ല, മറിച്ച് അല്ല, യോഹന്നാനോട് ചോദിച്ചാൽ അവൻ പറയും, അടുത്ത ജനറേഷന് കൈമാറ്റം ചെയ്യപ്പെടുന്ന വെളിപ്പാട് പ്രാപിച്ചവൻ പുറത്തു വന്നു. അല്ലെ, നെക്സ്റ്റ് ജനറേഷന് കൈമാറ്റം ചെയ്യപ്പെടുന്ന വെളിപ്പാട് പ്രാപിച്ചു യോഹന്നാൻ തിരിച്ചു കയറി വന്നെങ്കിൽ, അല്ലെ, ദൈവം ചിലതൊക്കെ ഏൽപ്പിക്കാനാ ഇതിനകത്തൂടെ വിട്ടത്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവം എന്നെ ചില ശുശ്രൂഷകൾ ഏൽപ്പിക്കാനാ, ദൈവം എന്നെ ചില ശുശ്രൂഷകൾ ഏൽപ്പിക്കാനാ, ചില ദൗത്യ നിർവഹണത്തിന് വേണ്ടി ഈ പ്രതികൂലം എനിക്ക് തന്നിരിക്കുന്നത്. അങ്ങനെ ഒന്ന് വിളിച്ചു പറയാൻ പറ്റുമോ? ഈ രോഗത്തെ ഞാൻ ഓവർകം ചെയ്യും, ഈ പ്രതിസന്ധികളെ ഞാൻ ഓവർകം ചെയ്യും, ഈ വെല്ലുവിളികളെ ഞാൻ ഓവർകം ചെയ്യും. എന്ത് പ്രശ്നങ്ങൾ എന്റെ ജീവിതത്തിന്റെ മുമ്പിൽ വന്നാലും അല്ലെങ്കിൽ ഇതിനെ ഓവർകം ചെയ്യുന്ന ഒരു ദൈവശക്തി എന്റെ അകത്തുണ്ടെന്ന് ഒരു ഉറപ്പുണ്ടെങ്കിൽ ദൈവം അതിലെ നല്ല ഫലം കായ്ക്കാനാ ദൈവം നിന്നെയാക്കി വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നോക്കിക്കേ. ആ പ്രിയതമന് മുന്തിരിത്തോട്ടത്തെ കുറിച്ചുള്ള ആ ഒരു ദർശനം നോക്കിക്കേ. എന്താ, മുന്തിരിത്തല നടുന്നതിന് മുമ്പ് തന്നെ അതിന് ചുറ്റും വേലി കെട്ടി. സ്തോത്ര. യോബിനും അവനുള്ളതിനൊക്കെ ചുറ്റും ദൈവം വേലി കെട്ടിയെങ്കിൽ, സ്തോത്ര, ഹല്ലേലൂയ, അവന് മാത്രമല്ല അവനുള്ളതിനെല്ലാം അവൻ വേലി കെട്ടി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കേ, ഈ പ്രഭാതത്തിൽ വിശ്വസിച്ചോ. നിനക്ക് മാത്രമല്ല, എനിക്ക് മാത്രമല്ല, നമുക്ക് മാത്രമല്ല, നമ്മുടെ തലമുറകൾക്ക് ചുറ്റും, നമുക്കുള്ളതിന് ചുറ്റും ഒരു ദൈവിക സംരക്ഷണമുണ്ട്. അതൊന്ന് വിശ്വസിക്കാൻ എത്ര പേർ തയ്യാറാകും? ഹല്ലേലൂയ. യോബിനും അവനുള്ളതിനൊക്കെ ചുറ്റും സ്വർഗത്തിലെ ദൈവം വേലി കെട്ടി. സ്തോത്രം. ഹല്ലേലൂയ. നോക്കണമേ, ആ മുന്തിരിത്തല തടുന്നതിന് മുമ്പ് അതിനൊരു സംരക്ഷണ വലയമുണ്ടായി, ഒരു തീമതിലാ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. നോക്കണമേ, തീമതില. ഒരുത്തനും അതിനകത്തോട്ട് കയറത്തില്ല. അല്ലെ, കല്ലുകളെ പെറുക്കിയെടുത്ത് കളഞ്ഞു. പ്രതികൂലത്തിന്റെ കല്ലുകളെല്ലാം, തടസ്സമായി നിൽക്കുന്ന കല്ലുകളെല്ലാം അകത്തുനിന്ന് പെറുക്കിയെടുത്തു കളഞ്ഞു. എന്നിട്ടാ ദൈവം നട്ടിരിക്കുന്നത്. ദൈവത്തിന് പദ്ധതിയുണ്ട്. കല്ലുകളെ ഞാൻ പെറുക്കി കളഞ്ഞു, വേലി ഞാൻ കെട്ടിക്കഴിഞ്ഞു. പക്ഷെ എനിക്ക് വേണ്ടത് ഇവനിൽ നിന്ന് ഫലം വേണം, ഇവനിൽ നിന്ന് ഫലം വേണം. ഞാൻ നട്ടത് എന്തിനാ? എനിക്ക് ഫലം വേണം. എനിക്ക് ഈ വ്യക്തിയിൽ നിന്ന് ഫലം വേണം, എനിക്ക് ഈ വ്യക്തിയിൽ നിന്ന് ഫലം വേണം, ഇവന്റെ തലമുറകളിൽ നിന്ന് എനിക്ക് ഫലം വേണം. സ്തോത്രം. ദൈവമക്കളെ, നാം ഫലം കായ്ച്ചാൽ മാത്രമേ നമ്മുടെ തലമുറകൾ ഫലം കായ്ക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ സ്തോത്രം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, പെട്ടകം ചുമക്കുന്നവന്റെ തലമുറ നശിച്ചു പോകാൻ സ്വർഗം അനുവദിക്കത്തില്ലെന്നേ. അങ്ങനെയെങ്കിൽ നോക്കണമേ, ചുറ്റും വേലി കെട്ടി കല്ലുകളെ എല്ലാം പെറുക്കി കളഞ്ഞിട്ട് ഫലവത്തായ ആ കുന്നിന്മേലാണ് കൊണ്ട് നട്ടിരിക്കുന്നത്. എന്തിനാ? സ്തോത്രം. കാത്തിരിക്കുക. മുന്തിരിത്തല നട്ടുടനെ തന്നെ ഒരു ചക്കു അങ്ങ് പണിതു. സ്തോത്രം. എന്നിട്ട് ചക്ക് പണിതിട്ട് കാത്തിരിക്കുക. സ്തോത്രം. അവന്റെ വിളിയാലുള്ള ആശ നോക്കുകയും, സ്തോത്രം, അല്ലെ, കാത്തിരിക്കുക. സ്തോത്രം. ഒരു ചക്കും അവിടെ ഗോപുരം പണിഞ്ഞിട്ട് ഒരു ചക്കും ഇട്ടു. നോക്കണമേ, വലിയൊരു ഗോപുരം പണിഞ്ഞു വെച്ചു. എന്നിട്ട് ഒരു ചക്കും ഒക്കെ ഇട്ട് നോക്കിയിരിക്കുക. സ്തോത്രം. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. സ്തോത്രം. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്ര. ഇന്ന് കർത്താവ് നമ്മളിൽ നോക്കുമ്പോൾ, ഈ പ്രഭാതയാമത്തിൽ ഈ രാത്രിയാമത്തിൽ, പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളിൽ നോക്കുമ്പോൾ നമുക്ക് സ്വയം അറിയാമല്ലോ എന്ത് ഫലമാണ് നമ്മൾ ഇന്ന് പുറത്തു വരുന്നത്. സ്തോത്രം. അല്ലേ, കായ്ച്ചത് കാട്ടുമുന്തിരിങ്ങ യാത്രേ. സ്തോത്രം. പരിശുദ്ധാത്മാ പലപ്പോഴും നമ്മുടെ ഓരോ പ്രവർത്തികളും, നമ്മുടെ സഭകളെ നോക്കി, നമ്മളെ നോക്കി ഒക്കെ ദുഃഖിക്കുന്ന അനുഭവമുണ്ട്. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന. സ്തോത്രം. ഹല്ലേലൂയ. ദൈവാത്മാവിനെ കർത്താവ് കരയും കേട്ടോ. സ്തോത്രം. കർത്താവ് കരയും. നിങ്ങളത് വിശ്വസിക്കുന്നോ? ലാസറിന്റെ കല്ലറയെ മാത്രമല്ല, യിരെമ്യാപ്രവചനം 17-ാം അധ്യായം പഠിക്കുമ്പോൾ, സ്തോത്രം, ഞാനത് വായിച്ച് കരഞ്ഞുപോയി. നിങ്ങൾ കേട്ടനുസരിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ മറുത്തു മത്സരിച്ചാൽ ഞാൻ മാറിയിരുന്ന രഹസ്യത്തിൽ കരയുമെന്ന്. നോക്കിക്കേ. സ്തോത്രം. സ്വന്തം ഇപ്പൊ നമ്മൾ പറയും, നമ്മുടെ മാതാപിതാക്കളാ. എനിക്ക് കൊണ്ടൊരു മകന്, അവൻ ഈ രാജ്യത്തുണ്ട്. സ്തോത്രം.
ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ, മാതാപിതാക്കളാകുന്ന നമ്മൾ, സ്തോത്രം ഹല്ലേലൂയ, പറഞ്ഞത് നമ്മൾ ജന്മം കൊടുത്ത മക്കൾ അനുസരിച്ചില്ല എങ്കിൽ, സ്തോത്രം, മകൻ വിഘടിച്ചു നിന്നാൽ അപ്പനൊന്നും ഉറങ്ങത്തില്ല. സ്തോത്രം, മകൻ വേദനിപ്പിച്ചാൽ, മകൾ വേദനിപ്പിച്ചാൽ അപ്പൻ ഉറങ്ങത്തില്ല. ആ കിടക്കയിൽ അപ്പൻ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. ഓരോ സെക്കൻഡും അപ്പന്റെ ഉള്ളിൽ വരുന്ന ഒരു ചിന്തയുണ്ട്, എന്റെ കുഞ്ഞ് എന്നോട് ഇത് പറഞ്ഞല്ലോ, എന്റെ കുഞ്ഞ് എന്നോട് ഇത് പറഞ്ഞല്ലോ. ആ അമ്മയുടെ ഹൃദയത്തിൽ വരുന്ന ഒരു തേങ്ങലുണ്ട്, എന്റെ കുഞ്ഞ് എന്റെ മുഖത്ത് നോക്കി ഈ വാക്ക് പറഞ്ഞല്ലോ, ഞാൻ ഇത്രയും സ്നേഹിച്ച് കരുതിയിട്ടും വാത്സല്യച്ചിട്ടും എന്നോട് ഇത് ചെയ്തല്ലോ. ഒരപ്പന്റെ ചങ്ക് പടയും, അവൻ ഉറങ്ങത്തില്ല. സ്തോത്രം, പ്രിയമുള്ളവരെ, യിരെമ്യാ പ്രവചനം 17-ാം അധ്യായം 13-ാം അധ്യായം പഠിക്കുമ്പോൾ എന്റെ ഉള്ളം ഒന്ന് പെടഞ്ഞു. സ്തോത്രം, അവിടെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം അല്ലെ, 13-ാം തോന്നുന്നു. സ്തോത്രം, സ്തോത്രം. നിങ്ങൾ കേട്ടനുസരിക്കുകയില്ലെങ്കിൽ ഞാൻ 13 നിങ്ങളുടെ ഗർവം നിമിത്തം രഹസ്യത്തിൽ നിങ്ങൾ കരയും. കേട്ടനുസരിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ഗർഭം എന്ന് വെച്ചാൽ നിങ്ങളുടെ അഹങ്കാരം നിമിത്തം ഞാൻ മാറിയിരുന്ന രഹസ്യത്തിൽ കരയുമെന്ന്. രഹസ്യത്തിൽ കരയും. സ്തോത്രം, നോക്കിക്കേ, യഹോവയുടെ ആട്ടിൻകൂട്ടത്തെ മതി 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 കൊണ്ട് പോയിരിക്കാൻ ഞാൻ ഏറ്റവും കരഞ്ഞ് കണ്ണുനീര് സ്തോത്രം. ഒഴുക്കും. ഓക്കെ, ശ്രദ്ധിച്ചാട്ട്, നിങ്ങൾ കേട്ടനുസരിച്ചില്ല എങ്കിൽ, നിങ്ങൾ അനുസരണയില്ലാത്ത വഴിയെ പോയാൽ ഞാൻ മാറിയിരുന്ന രഹസ്യത്തിൽ കരയുമെന്ന്. സ്തോത്രം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോ പറയുന്നു, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. നിങ്ങൾ നോക്കിക്കേ, ഈ ഭൂമിയിൽ ജന്മം കൊടുത്ത മക്കൾ ഒരപ്പനെ അനുസരിക്കാതെയും കീഴ്പ്പെടാതെയും വഴിവിട്ടുപോയാൽ, വഴിതെറ്റിപ്പോയാൽ, അനുസരിക്കാതിരുന്നാൽ ആ അപ്പൻ ഉറങ്ങത്തില്ല. സ്തോത്രം, രാവുകളെ പകലുകളാക്കി ഒരു പക്ഷേ ആ അപ്പൻ പുറമേ നോക്കിയാൽ നമുക്ക് മനസ്സിലാകത്തില്ല, അപ്പൻ തകർന്നു പോകും. എന്റെ കുഞ്ഞ് എന്നോട് ഇത് ചെയ്തല്ലോ. അങ്ങനെയെങ്കിൽ സ്തോത്രം, ദൈവമക്കളാകുന്ന നമ്മൾ ഓരോരുത്തരും, സ്തോത്രം ഹല്ലേലൂയ, ദൈവം നമ്മളെ തെരഞ്ഞെടുത്ത ആ തെരഞ്ഞെടുപ്പിനെ മറന്ന് ലോകപ്രകാരം വിഘടിത മനോഭാവത്തോടെ നാം ജീവിച്ചു മുന്നോട്ട് പോകുമ്പോൾ, സ്തോത്രം, ഈ ലോകത്തിന്റെ നേട്ടങ്ങൾക്കും മാന്യതകൾക്കും, സ്തോത്രം, കസേരകൾക്കും വേണ്ടി ഒക്കെ ഓടുമ്പോഴും, പ്രിയമുള്ളവരെ, പലപ്പോഴും ദൈവത്തിൽ നിന്ന് ദൈവമക്കളൊക്കെ അന്യപ്പെട്ടു നിൽക്കുന്ന ഒരു അനുഭവമാണ്. സ്തോത്രം, ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഇന്ന് ജാതികൾക്കുള്ള ഭയം പോലും ദൈവമക്കൾക്ക് ഇല്ലാത്ത ഒരവസ്ഥയിലൂടാണ് ഇന്ന് അനേക ഇടങ്ങളായിരിക്കുന്നത്. സ്തോത്രം, ഞാൻ ഈ കൺവെൻഷനൊക്കെ പോകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമുള്ള ഒരു കാര്യമാണ്. ഇന്നിപ്പം കേരളത്തില് പണ്ടൊക്കെ ആണെങ്കിൽ, ഞങ്ങളുടെ അപ്പച്ചനൊക്കെ ആണെങ്കിൽ, ഞങ്ങൾ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ മുട്ടയിലിരിക്കണം, വന്ന ഉടനെ മുട്ടയിലിരുന്ന് സ്തോത്രം പറഞ്ഞോണം, വന്ന ഉടനെ മുഴങ്കാലിരുന്ന് സ്തോത്രം പറഞ്ഞോണം. ഒറ്റയാള് പരസ്പരം സംസാരിക്കാൻ അനുവദിക്കത്തില്ല. സംസാരിച്ച തമ്പേറിന്റെ കമ്പ് വെച്ച് നെറ്റിക്കോട്ട് ഏറി വരുമായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് വന്ന ഉടനെ കുഞ്ഞുകുട്ടി ആ ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ എല്ലാവരും സ്തോത്രം പറയും. എനിക്ക് തമിഴ്നാട്ടിലെ ആരാധന ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എനിക്ക് അവിടെ ആയിരുന്നു കൺവെൻഷൻ. 99 വയസ്സാലും മുട്ടയിലാണ് നിൽക്കുന്നത്. ഇപ്പൊ നമ്മുടെ ആൾക്കാരെല്ലാം വന്ന് കാലും വെച്ച് സ്തോത്രം, ചെരുപ്പും ഒക്കെ ഉണ്ട്. ചെരുപ്പ് ഇട്ടുകൊണ്ട്, സത്യം പറഞ്ഞാൽ അമേരിക്കക്കാരായാലും ആരായാലും ചെരുപ്പ് ഇട്ടുകൊണ്ട് സ്റ്റേജിൽ കയറി പോകരുത്. Amen. Amen. Praise the Lord. ഇഷ്ടമല്ല. ഇന്ന് ആർക്കും ഉപദേശം, ഞാൻ പറയുന്നത് നാഥാൻ പ്രവാചകന്മാരെ ഒക്കെ പോലുള്ള പ്രവാചകർ ഈ നാളുകളിൽ എഴുന്നേക്കണമെന്നേ. ചുമ്മാതെ മുഴ മാറുന്നതും തല വളരുന്നതും കാല് വളരും, ഇതൊന്നും ദൈവത്തിനൊരു വിഷയമൊന്നുമല്ല. ഞാൻ അത്ഭുത രോഗസഖ്യത്തിൽ കൂടെ ദൈവസേന വന്നേ. പക്ഷെ പുസ്തകം വെച്ചുകൊണ്ട് ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവം അത്ഭുതം ചെയ്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ കാലിന് 4 ഇഞ്ച് നീളം കൂടിയതൊന്നും ഈ പുസ്തകത്തിൽ ഒരു വലിയ വിഷയമൊന്നുമല്ല. ഇത് നിനക്ക് ഇടർച്ച വരുത്തുന്നതാണെങ്കിൽ ഇത് വെട്ടിക്കളഞ്ഞാലും നിന്റെ നിത്യത നഷ്ടപ്പെട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ ആരാധിക്കുന്നത്. ദൈവത്തിന് വിഷയം നിത്യതയാ. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ദൈവസഭയിൽ വരുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ചുമ്മാതെ, സ്തോത്രം, ഞാൻ അതിന് ക്ഷമ ചോദിക്കുന്നൊന്നുമില്ല, അത് പറയാം, ഞാൻ എല്ലായിടത്തും പറയാത്. സ്തോത്രം, കുഞ്ഞു പിള്ളേരും അവിടെ പുറകെ ഇരിക്കുന്ന മോളുടെ അത്രയും പ്രായമുള്ള കുഞ്ഞാണെങ്കിൽ പോലും എന്ത് ചെയ്യുന്നറിയാമോ, ഈ ബൈബിൾ എടുത്തിട്ട് പാദത്തിൽ കൊണ്ടുവച്ചിട്ട്, സ്തോത്രം, ഞാൻ കഴിഞ്ഞ ദിവസം രഞ്ജിത് ബ്രദറോടെ പറഞ്ഞു, പാദത്തിൽ കൊണ്ടുപോയി. ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടതാ. ഞാൻ ഇന്ന് 13-ലധികം മുസ്ലിം കുടുംബത്തെ ഇപ്പോൾ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. സ്തോത്രം. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങൾ മുസ്ലിം സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. മുസ്ലിം നിന്നിട്ട് ആരുള്ളവരും കൊണ്ട് അവരുടെ തലയ്ക്ക് മീതെ അവരുടെ മതഗ്രന്ഥം ഇരിക്കത്തുള്ളൂ. നിങ്ങൾക്കറിയാമോ അത്? സ്തോത്രം. എന്ന് വെച്ചാൽ നമ്മളെക്കാൾ ഇത് ദൈവത്തിന്റെ വചനമാണ്, വചനം ദൈവമാണ്. ഞാൻ ഇന്ന് ദൈവസഭയെ കണ്ടിട്ട് ഏറ്റവും തെറ്റായ കാര്യം, ചുമ്മാതെ കുറെ അമ്മമ്മമാരും അച്ചായന്മാരും കൊണ്ട് പള്ളിയിലോട്ട് വരും, പുസ്തകം കൊണ്ട് പൊത്തോന്ന് പറഞ്ഞ കഴിഞ്ഞ ഞായറാഴ്ച എടുത്തോണ്ട് പോയി സിബിട്ട് കൊണ്ടുപോയതാ. സ്തോത്രം. ഇഷ്ടപ്പെടത്തില്ലെന്നറിയാം, ഗ്ലോറി വരത്തില്ലെന്നും എനിക്കറിയാം. ഞങ്ങളുടെ രഞ്ജിത്ത് മാത്രമേ സ്തോത്രം പറയത്തുള്ളൂ. ഉണ്ടായിരുന്ന കൈ അടിച്ച് ഇവിടെ തകർത്തേന്. സ്തോത്രം. ചുമ്മാതെ കൊണ്ട് ഞങ്ങളൊക്കെയാണ് ഞങ്ങളുടെ തലയ്ക്ക് മീതെ വെക്കുന്നത്, നമ്മളെക്കാൾ ഉയർന്ന Hallelujah. Amen. ദൈവത്തിന്റെ ഉയർന്നിരിക്കണം. ഇത്
എത്ര ഭയത്തോടെ വേണം ഇത് തൊടാനെന്നറിയാമോ? ചുമ്മാതെ കാൽക്കൽ കൊണ്ടുവന്ന് ബൈബിളും വെച്ചിട്ട് എന്നിട്ട് ചെരുപ്പ് വിട്ട് കാല് കാട്ടിയിട്ട് അതിന്റെ കാൽക്കലാ ബൈബിൾ ഇരിക്കുന്നത്. ഞാൻ കൺവെൻഷൻ വേദി പോകുമ്പോൾ നിങ്ങൾ പലർക്കും അറിയാം, എന്റെ പ്രസംഗം പലരും കേൾക്കുന്ന സ്തോത്രം, ഞാൻ നടന്നു പോകുന്ന വഴിക്ക് ഓരോരുത്തരുടെയും മടിയിലോട്ട് എടുത്ത് വെച്ച് കൊടുത്തിട്ട് ഞാൻ അങ്ങോട്ട് കയറി പോത്തുള്ളൂ. സ്തോത്രം. പ്രിയമുള്ളവരെ, സ്തോത്രം. ഹല്ലേലൂയ. ഈ ഞങ്ങളുടെ കല്ലുമല അപ്പച്ചൻ എപ്പോഴും പറയും, ഞങ്ങൾ കുറെ അപ്പച്ചന്മാരുടെ കാൽക്കലിരുന്നാ പഠിച്ച കേട്ടോ. കല്ലുമല കുഞ്ഞു വെച്ചാൽ മുട്ട അപ്പച്ചൻ, ആ പഴയ പിതാക്കന്മാരെയൊക്കെ നിങ്ങൾ പഠിക്കേ. സ്തോത്രം. ഹല്ലേലൂയ. വാര്യാപുര യോനാച്ച് ഇവരൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പിശാച് പറയുന്നു അവൻ ഇറങ്ങിയിട്ടുണ്ടെന്ന്. സ്തോത്രം. അത്ര അഭിഷേകത്തിന്റെ തീ കത്തുന്ന അഭിഷിക്തന്മാരുടെ കേരളക്കരയിൽ സ്തോത്രം അല്ലെങ്കിൽ ഒത്തിരി അപ്പച്ചന്മാരുണ്ടായിരുന്നു. ഈ പഴയ പാതകളോടൊക്കെ ചോദിച്ച് പഠിച്ചത് കൊണ്ട് അവരൊന്നും കാറ് കിട്ടുമെന്നും വീട് കിട്ടുമെന്നും വണ്ടി കിട്ടുമെന്നും ചുരിദാർ കിട്ടുമെന്നും അല്ല പഠിപ്പിച്ചത്. നിത്യതയെക്കുറിച്ചാണ് പഠിപ്പിച്ചത്. ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ചാണ് പഠിപ്പിച്ചത്. നാൾതോറും നിന്റെ ക്രൂശെടുത്ത് അവനെ അനുഗമിച്ചോണമെന്നാ പറഞ്ഞത്. സ്തോത്രം. അതുകൊണ്ട് എന്താണെന്നറിയാം, ആരും വളർത്തിയതല്ല. ഓരോ ദിവസം ഞാൻ 28 വർഷമായി ഈ പുസ്തകം എടുത്ത് രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ തെരുവിൽ പ്രസംഗിക്കുക. അന്നത്തിനേക്കാൾ ഇരട്ടി ശക്തിയോടാണ് ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നത്. സ്തോത്രം. ഇന്നലെ ഒരു ഇടി വെട്ടിയപ്പോ പെട്ടെന്നൊരു കൂണ് കിളുത്തു വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോ ചീഞ്ഞഴുകി പോന്നു. എത്രയോ പേര് അങ്ങനെ വന്നിട്ട് ചീഞ്ഞഴുകി പോന്നു. സ്തോത്രം. അകത്ത് അഭിഷേകത്തിന്റെ ശക്തിയില്ല, നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കുന്നത് കുഞ്ഞുകളിയൊന്നുമല്ല. അകത്തൊരു തീ ഇല്ലെങ്കിലുണ്ടല്ലോ, സ്തോത്രം, അല്ലെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. അഭിഷേകം ഇല്ലെങ്കിൽ ഒരുത്തിന് അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താ? പായം കൊണ്ട് കൊണ്ടിട്ട് സിയോൻ ഗീതാവലി എടുത്തു വെച്ച് പാട്ട് പാടിയിട്ട് അറ്റത്ത് പാല് പോലെ 2 അന്യഭാഷ, ഇതാണോ പെന്തിക്കോസ് എന്ന് പറയുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാ. സ്തോത്രം. അകം തിളച്ച് നമ്മൾ അത് എപ്പോഴും ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഡ്രൈവ് ചെയ്യുമ്പോൾ, വാഷ് ചെയ്യുമ്പോൾ, കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ദൈവമായിട്ടൊരു ബന്ധം. ഒരു ദിവസം എൻ്റെ മൊബൈൽ ഒന്ന് കുത്തിവെച്ചില്ല, പിറ്റേ ദിവസം അതിന് ടോർച്ച് അടിക്കാൻ പറ്റത്തില്ല, അത് കാണാൻ പറ്റത്തില്ല. സ്തോത്രം. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കണം പ്രിയമുള്ളവരെ. അങ്ങനെയെങ്കിൽ ഒരു ദിവസം പ്രാർത്ഥിച്ചില്ലെങ്കിൽ, ഒരു ദിവസം ആരാധിച്ചില്ലെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നത് പോലെയാ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ ഒരു ദാഹം, എന്റെ അമ്മയ്ക്ക് 88 വയസ്സുണ്ട്. നിങ്ങൾക്ക് കേൾക്കണമോ? ഈ അടുത്ത കാലത്ത് രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധി വന്നത്. ഞാൻ പലപ്പോഴും ശുശ്രൂഷയ്ക്ക് പോകുമ്പോഴും ഞാൻ സ്തോത്രം രാത്രിയിലെല്ലാം ഇരുന്ന് ബൈബിൾ, ഞാനിപ്പോ 59ാമത്തെ പ്രാവശ്യമാണ് ബൈബിൾ വായിക്കുന്നത്. സ്തോത്രം. അല്ലേ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. ഫുള്ള് വായിച്ച് ഇപ്പൊ 59ാമത്തെ പ്രാവശ്യമാണ്. സ്തോത്രം. ഇപ്പൊ ലാസ്റ്റായി യാക്കോബിന്റെ ലേഖനമാണ് വായിക്കുന്നത്. ഞാൻ പറഞ്ഞത്, സ്തോത്രം, ഒരു കാര്യം ഞാൻ പറയാം. എന്റെ അമ്മ എന്നെ വിളിക്കും. സ്തോത്രം. അല്ലില്ല, ഞാൻ പറയാം നിങ്ങളോട്, കഷ്ടതയുടെ തീവ്ര പരിശോധനയ്ക്കകത്തൂടെ പോയി. സ്തോത്രം. പട്ടിണി കിടന്ന് 69 ദിവസം പിന്നെ പട്ടിണി കിടന്ന് ശരീരത്ത് വ്രണങ്ങൾ വന്നു. കൂടെ പായ ഇരുന്നവര് പോലും അറിഞ്ഞിട്ടില്ല. എനിക്ക് ഒരുപാട് മുടിയുണ്ടായിരുന്നു. ആ മുടി ഇങ്ങനെ എന്ന് വെച്ചാൽ എണ്ണ തേക്കാതെ, സ്തോത്രം, തേക്കാൻ എണ്ണയില്ല. സ്തോത്രം. തേച്ച് മണ്ണെടുത്ത് പല്ല് തേച്ച്, പ്രിയമുള്ളവരെ, പല്ലിന്റെ ഇനാമലൊന്നും പോയില്ല. ബ്രഷ് ഇല്ല, പേസ്റ്റ് ഇല്ല. അടുത്ത വീട്ടിലെ സ്തോത്രം അവര് എന്താ തോട്ടുപുളി എന്ന് വെച്ചാൽ വാളംപുളി, തോട്ടുപുളി നിങ്ങളെ മീനകത്തിരുന്ന പുളി, ആ മരം അവർ വെട്ടിക്കളഞ്ഞിട്ട് അതിൽ നിന്ന് കുറ്റിയെന്ന് നിറച്ചിങ്ങനെ കാട് പോലെ കിളിച്ചു നിൽക്കുക. അതിന്റെ തൊട്ടപ്പുറത്ത് കാന്താരി കൊല്ല നിപ്പുണ്ട്. സ്തോത്രം. ആരും കാണാതെ ആ വീട്ടുകാർ അപ്പുറത്തോട്ട് പോകുമ്പോൾ ആ വീട്ടിൽ ചെന്ന് ആ പുളിയില മൊത്തം ബേസിനകത്ത് പറിച്ചിട്ടിട്ട്, ആ കാന്താരിയുടെ പറിച്ചിട്ടിട്ട്, സ്തോത്രം, ആ ഇല അതിനകത്ത് വെച്ച് ആ കാന്താരിയുടെ വെച്ച് കഴിഞ്ഞു. ഒരു വയറ്റിന് സുഖക്കേടും വന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇതൊന്നും ഇല്ലാത്തടത്തു നിന്നല്ല ജനിച്ചത്, എല്ലാം ഉള്ളിടത്ത് തന്നെ ജനിച്ചത്. പക്ഷെ ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ വീടില്ല, വസ്ത്രമില്ല. സ്തോത്രം. ഇന്ന് എന്റെ കുഞ്ഞ് ഇവിടെ ഈ രാജ്യത്തുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ദൈവസഭയിൽ ഒരു കർത്താവിന്റെ ഒരു കൊച്ചു ദാസനായിട്ട്, ഹല്ലേലൂയ, ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം പ്രിയമുള്ളവരെ. സ്തോത്രം. അത് കൊടുത്ത് അതിനെ വളർത്തിയത്. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ പിന്മാറിപ്പോയില്ല. ഒടുവിൽ സ്തോത്രം തിരിച്ചു വിളിച്ചു. വന്നേ പറ്റത്തുള്ളൂ. ആഭരണം തിരിച്ചു തരാം, വസ്ത്രം തിരിച്ചു തരാം, സ്തോത്രം, സ്വർണം തിരിച്ചു തരാം, അല്ലെ വസ്തു തിരിച്ചു തരാം, വീട് തിരിച്ചു തരാം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, റെയിൽവേ സ്റ്റേഷനിൽ ബെഞ്ച് കിടപ്പുണ്ട്. ഈ പുസ്തകം മാത്രമേ ഉള്ളൂ അഭയം. ഈ പുസ്തകം എടുത്തുകൊണ്ട് അവിടെ പോയി കിടന്നാലും യേശുവിനെ വിട്ടുവരത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഒരു തീരുമാനമൊക്കെയാണ് ഞങ്ങളെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത്. ഇന്ന് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അവർ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ വിടുപ്പിക്കത്തക്ക രീതിയിൽ ദൈവം അത്രത്തോളം കൊണ്ടുവന്നെങ്കിൽ നാം അവരുടെ പക്ഷമല്ല, അവർ നമ്മുടെ പക്ഷം ചേരും. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് വിശ്വസിക്കാനായിട്ട് കഴിയും? സ്തോത്രം. നമ്മൾ ഫലം കായ്ക്കണം. അല്ലെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത് നമ്മുടെ ഫലം എന്താണ്? കർത്താവിന് വേണ്ടി എന്തെങ്കിലും, ഞാൻ എപ്പോഴും പറയണ്ട, അനേകര് കറ്റക്കൂമ്പാരമായിട്ട് നിൽക്കുമ്പോൾ ഒരു കതിർമണിയുമായിട്ടെങ്കിലും നമുക്ക് നിൽക്കണ്ടായോ? ഇന്ന് വിളിച്ചാൽ നമ്മുടെ കരം ബലപ്പെട്ടിരിക്കുമോ? കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രയും. എന്നിട്ട് കർത്താവ് പറയുന്നു, ഞാൻ എന്തോ ചെയ്യണം അവരെ കുറിച്ച്. സ്തോത്രം. 4-ാം വാക്യം, ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യാനുള്ളൂ? ഇനി എന്താ കർത്താവ് നമുക്ക് ചെയ്യേണ്ടത്? ജീവനും ഭക്തിക്കും വേണ്ടുന്ന എല്ലാം പകർന്നില്ലേ? വീടിന് വീട്, ആരോഗ്യത്തിന് ആരോഗ്യം, കുടുംബജീവിതം, തലമുറകൾ എല്ലാം തന്നു. ദൈവരാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു? പ്രിയമുള്ളവരെ, ചുരുങ്ങിയ ആയുസ്സിൽ, സ്തോത്ര, ശിഷ്ടായുസ്സിൽ, അല്ലെങ്കിൽ ഞാൻ പറയാറുണ്ട്, ഞാൻ എന്നും പറയും, കഴിഞ്ഞ 2 ദിവസമായിട്ട് എനിക്ക് ആരോടും സുവിശേഷം പറയാൻ പറ്റിയില്ല.
അപ്പോഴാണ് ഇങ്ങോട്ട് വന്നപ്പോഴും അങ്കിളൊക്കെ പറഞ്ഞു ഇവിടെ അടുത്തൊരാളുണ്ടെന്ന്. ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഒന്ന് വിളിക്കാൻ പറ്റുമോ എന്ന്. ഒരു ദിവസം ഒരാളോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ സ്വസ്ഥത ഉണ്ടാകത്തില്ല. സ്തോത്ര ഹല്ലേലൂയ. കഴിക്കാതിരുന്ന പ്രശ്നമില്ല. സ്തോത്ര ഹല്ലേലൂയ. ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അല്ല എത്ര ദിവസം വേണേലും ഇരിക്കാം. സ്തോത്രം ഹല്ലേലൂയ. ഈ പ്രാവശ്യം 40 ഫുള്ള് കഴിഞ്ഞു, 21 കഴിഞ്ഞു. ഇപ്പൊ പിന്നെ എല്ലാ ദിവസവും ഉച്ചവരെ. സ്തോത്രം. അങ്ങനെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവർ, ഒരു കാര്യം, സ്തോത്രം, ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് സ്തോത്രം, ദൈവം പറയുന്നു, ഞാൻ എന്താ ഇതിന് ഇനിയും ചെയ്യാനുള്ളത്? സ്തോത്രം. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നു, അത് കായ്ച്ചു, അത് കാട്ടുമുന്തിരിങ്ങയായി പോയി. വരുവീൻ, ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യും എന്ന് നിങ്ങളോട് അറിയിക്കാം. ഞാൻ അതിന്റെ വേലി പൊളിച്ചു കളയും. സ്തോത്രം. അത് തിന്നുപോകും. ഞാൻ അതിന്റെ മതിൽ ഇടിച്ചു കളയും. എന്ന് വെച്ചാൽ കെട്ടിയവൻ തന്നെ ഇടിച്ചു കളയുന്നു. സ്തോത്രം ഹല്ലേലൂയ. വേലി പണിഞ്ഞവൻ തന്നെ പൊളിച്ചു കളയുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവിക സംരക്ഷണത്തിനകത്ത് നമ്മൾ നിൽക്കുന്നിടത്തോളം കാലം ഒരന്ധകാര ശക്തി നമ്മളെ തൊടത്തില്ല, ഒരാഭിചാര ശക്തി നമ്മളെ തൊടത്തില്ല, ഒരു പൈശാചിക മണ്ഡലമൊന്നും തൊടത്തില്ല. ഏതെങ്കിലും അന്ധകാര ശക്തി അകത്ത് കടക്കുന്നവങ്ങൾ ഓർത്തോ, ഏതെങ്കിലും പൈശാചിക മണ്ഡലങ്ങൾ ഹല്ലേലൂയ അകത്ത് കയറിയെങ്കിൽ ഓർത്തോ, ഒരു കാര്യം മനസ്സിലാക്കുക, എവിടെയൊക്കെയോ വാതിലുകൾ തുറന്നു കിടക്കുന്നു, പ്രാർത്ഥനയുടെ വാതിൽ. ഒരു കാര്യം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, നമ്മൾ പഴുതുകൾ അടച്ചു വേണം പ്രാർത്ഥിച്ചു മുന്നോട്ട് പോകാൻ. പിശാച് കയറി വരുന്ന പഴുതുകൾ, ഓരോ പഴുതുകളും അടച്ചടച്ച് വേണം നാം മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് വേലി കെട്ടിയവൻ തന്നെ വേലി പൊളിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. വേലി പൊളിച്ചാൽ എന്ത് സംഭവിക്കും? അത് തിന്നുപോകും. ഞാൻ അതിന്റെ മതിൽ ഇടിച്ചു കളയും, അത് ചവിട്ടിക്കളയും, അതിനെ ശൂന്യമാക്കും. വള്ളിത്തല മുറിക്കാതെയും കിളയ്ക്കാതെയും ഇരിക്കും. പറക്കാരെയും മുള്ളുമതിൽ മുളയ്ക്കും. അതിൽ മഴ പെയ്യിക്കരുതെന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും. നോക്കണമേ, ഇത് ചെയ്തവൻ തന്നെ അതിനെ സ്തോത്ര ഹല്ലേലൂയ തിരിച്ചെടുക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ഒരുപാട് വാക്യങ്ങൾ അതിനെ തുടർന്ന് വായിക്കാനുണ്ട്. ലൂക്കോസ് 13:6 മുതൽ 9 വരെയുള്ള വാക്യത്തിൽ നമുക്ക് അവിടെയും കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഒരൊറ്റ വാക്യോടെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം സ്തോത്രം 13-ാം അധ്യായം സ്തോത്രം അതിന്റെ 6 മുതൽ 9 വരെ. ഒരു ഉപമയും അവൻ ഈ ഉപമയും അവൻ ഒരു പറഞ്ഞു, ഉപമയും പറഞ്ഞു. ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്ന എന്തിനെ എന്ന് പറഞ്ഞു. അതിന് അവൻ, കർത്താവേ, അതിനെ ചുറ്റും കിളച്ച വളവിടുവോളും ഈ ആണ്ടുകൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചില്ലെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാമെന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്തോത്രം. കാട്ടുമുന്തിരിങ്ങ കായ്ക്കുന്നതും സ്തോത്രം ഫലമില്ലാതെ പോകുന്നതുമായ ഒത്തിരി വൃക്ഷങ്ങള്. സ്തോത്രം. എന്നാൽ ദൈവം എന്തിനാ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്? സ്തോത്രം. ദൈവം വിളിച്ചതിന്റെ പിന്നിൽ എന്താണ് ദൈവത്തിന്റെ പദ്ധതി? നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. എന്തിനാ തെരഞ്ഞെടുത്തത്? വെറുതെ ഇങ്ങോട്ട് വന്നു, മുങ്ങിപ്പൊങ്ങി, സ്തോത്ര ഹല്ലേലൂയ, 2 അന്യഭാഷയും പറഞ്ഞു, തീർന്നു ക്രിസ്തീയ ജീവിതം. അതല്ല ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ദൈവത്തിന് നമ്മെക്കുറിച്ച് സ്തോത്രം ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. അല്ലെ, തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തി ഫലം തിരഞ്ഞു വരുന്നു. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം. സ്തോത്രം. നട്ടവൻ എന്നും തിരക്കുന്നുണ്ട്, ഫലമുണ്ടോ, ഫലമുണ്ടോ, ഫലമുണ്ടോ. അല്ലെങ്കിൽ ഇന്നലകളിൽ എനിക്ക് കായ്ക്കാൻ കഴിഞ്ഞില്ല, എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കാം. സ്തോത്രം. നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ വെക്കുക. കർത്താവെ, ഓരോ ദിവസവും ദൈവം തിരയുക. ഇന്ന് ഫലം കായ്ച്ചോ, ഇന്ന് ഫലം കായ്ച്ചോ, ഇന്ന് ഫലം കായ്ച്ചോ. ഞാൻ ആ കല്ലുകളെ എല്ലാം പെറുക്കി കളഞ്ഞതാണല്ലോ, ഞാൻ ചുറ്റും വേലി കെട്ടിയതാണല്ലോ, വളരെ പ്രതീക്ഷയോടുകൂടി ഞാൻ നട്ടതാണല്ലോ. ഉടമസ്ഥൻ പറയുകയാ, സ്തോത്രം, ഞാൻ നടുവിൽ ഒരു വലിയ ഗോപുരവും പണിഞ്ഞതാണല്ലോ, വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് നിന്ന്, പ്രതികൂലത്തിനകത്ത് നിന്ന്, മരിച്ചാൽ മതി എന്ന് പറഞ്ഞിടത്ത് നിന്ന്, തകർന്നു പോയിടത്ത് നിന്ന്, രോഗിയായി തീർന്നിടത്ത് നിന്ന് സൗഖ്യമാക്കി കൊണ്ടുവന്നു, വിടിവിച്ചു കൊണ്ടുവന്നു, നേടിയെടുത്ത് കൊണ്ടുവന്നു, യൗവന രക്തമുറ്റി തന്ന് വിലയ്ക്ക് വാങ്ങി. സ്തോത്രം. കൊണ്ടുവന്നിട്ട് എന്താ ചെയ്തത്? സ്തോത്രം. നടുവിൽ വലിയൊരു ഗോപുരം പണിഞ്ഞു, ചക്കുമിട്ടു. സ്തോത്രം. കല്ലുകളെ എല്ലാം പെറുക്കി കളഞ്ഞു. സ്തോത്രം. കല്ല് ചുറ്റും വേലി കെട്ടി ഫലത്തിന് വേണ്ടി കാത്തിരുന്നു. എന്നാൽ ഇന്നുവരെയും വേണ്ട രീതിയിൽ ഒരു ഫലം
കായ്ക്കാൻ കഴിയുന്നില്ല. ആത്മാവിന്റെ ഫലമില്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വേദപുസ്തകം നമ്മളോട് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അല്ലെങ്കിൽ നമുക്ക് നിത്യതയിൽ പോയേ പറ്റൂ. കർത്താവിനോടുള്ള വാസം അല്ലെങ്കിൽ അത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നാം ഉറപ്പുവരുത്തണം. സ്തോത്രം. ഹല്ലേലൂയ. കണ്ണുകളെ അടയ്ക്കുമ്പോൾ തന്നെ കർത്താവിനോട് നമുക്ക് ഒരു നിമിഷം എല്ലാ അതരങ്ങളും തുറന്നു പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ ഹല്ലേലൂയ, മുന്തിരിത്തോട്ടത്തിൽ ഹല്ലേലൂയ ആ ചെറിയ മുന്തിരിത്തല നടുന്നതിന് മുമ്പ് തന്നെ ചുറ്റും വേലി കെട്ടി കല്ലുകളെ പെറുക്കി കളഞ്ഞ് നടുവിലൊരു ഗോപുരം പണിഞ്ഞ് ചക്കുമിട്ട് കാത്തിരിക്കുന്ന കാത്തിരിക്കുന്ന ഒരുവനുണ്ട്. എനിക്ക് വേണ്ടി നോക്കിയിരിക്കുന്ന ഒരുവനുണ്ട്. സ്തോത്രം. എന്നാൽ ഇന്ന് വരെ ഫലം കായ്ക്കാൻ കഴിഞ്ഞില്ല. പലപ്പോഴും കായ്ച്ചത് സ്തോത്രം നമ്മളൊന്നും അംഗീകരിക്കാത്ത കാര്യമാണ്. ഹല്ലേലൂയ. കാട്ടുമുന്തിരിങ്ങ കായ്ച്ച അനുഭവങ്ങളുണ്ട്. ഹല്ലേലൂയ. ഫലവത്തായ ഒരു കുന്നിന്മേലാ നട്ടത്, ഫലവത്തായ കുന്നിന്മേലാ നട്ടത്. എന്നാൽ ഫലമില്ലാത്തൊരവസ്ഥയിലൂടെ നാളിതുവരെ പോയത്. എന്നാൽ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ ഹല്ലേലൂയ, ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഹല്ലേലൂയ ഞാൻ പലതും ചിരതിച്ചു വെച്ചു. കർത്താവെ പല കാര്യങ്ങളും ചെയ്തു. എന്നാൽ പലതും ചെയ്തു. ഓട്ടസഞ്ചിയിൽ ഇടുന്നത് പോലെയൊക്കെ നഷ്ടങ്ങളും കഷ്ടങ്ങളും വേദനകളും ഒക്കെ ഉണ്ടായി. എന്നാൽ സ്തോത്രം, എൻ്റെ ദൈവത്തിന് വേണ്ടി എൻ്റെ ഈ ആയുസ്സിൽ എന്ത് ചെയ്യാൻ കഴിഞ്ഞു? അല്ലെങ്കിൽ 70 വയസ്സായി, 80 വയസ്സായി, 50 വയസ്സായി, 65 വയസ്സായി, 40 വയസ്സായി, 35 വയസ്സായി, എന്ത് ചെയ്യാൻ എനിക്ക് ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിഞ്ഞു? കർത്താവെ, ഇന്നോ നാളെയോ ഒന്നുകിൽ എൻ്റെ മരണം അല്ലെങ്കിൽ കർത്താവിൻ്റെ വരെ, രണ്ടായാലും ഈ ഭൂമി സംഭവിക്കും. എന്തായിരുന്നാലും അങ്ങനോട് കാര്യം തീർക്കുന്ന നാളിൽ എൻ്റെ കരം ബലപ്പെട്ടിരിക്കേണ്ടത്. എനിക്ക് തന്ന ഈ ആയുസ്സിൽ എത്രത്തോളം ഹല്ലേലൂയ വർഷങ്ങൾ ഞാൻ പാഴാക്കി, എത്രത്തോളം സമയങ്ങൾ ഞാൻ പാഴാക്കി. എല്ലാ ആണ്ടിലും തീരുമാനമെടുക്കും, അടുത്ത ആണ്ട് ശേഷിപ്പിച്ച് തന്ന ആ ദൈവത്തിന് വേണ്ടി, അടുത്ത ആണ്ട് ശേഷിപ്പിച്ച് തന്ന ആ ദൈവത്തിന് വേണ്ടി ദൈവത്തോട് എഴുന്നേറ്റ് നിന്ന് ഉടമ്പടി ചെയ്തു, ദൈവത്തോട് കഷ്ടതയെ തീരുമാനമെടുത്തു. എന്നാൽ നേർന്നത് നിവർത്തിക്കാൻ കഴിയാതെ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ വേദനയോടെ ഭാരത്തോടെയൊക്കെയാണ്, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ പ്രിയമുള്ളവരെ, സ്തോത്രം, നമ്മുടെ സമയങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. സ്തോത്രം. ഹല്ലേലൂയ. വെട്ടാതെ ദൈവം നിർത്തിയിരിക്കുക. ഒരാണ്ട് കൂടെ നിർത്തിയിരിക്കുക, ഒരാണ്ട് കൂടെ നിർത്തിക്കുക. അടുത്ത വർഷം ഒരുപക്ഷെ ഫലം കായ്ച്ചിരിക്കും, അടുത്ത വർഷം ഒരുപക്ഷെ ഫലം കായ്ക്കുമായിരിക്കും, അടുത്ത ആണ്ട് ഫലം കിട്ടുമായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. വളമിട്ട് തന്നില്ലേ, വെള്ളം ഒഴിച്ചു തന്നില്ലേ, എടുത്ത് തന്നില്ലേ, ചക്കിട്ടില്ലേ, സ്തോത്രം, ഗോപുരം പണിഞ്ഞില്ലേ, കല്ലുകളെ പെറുക്കി കളഞ്ഞില്ലേ, വേലി കെട്ടിയില്ലേ, സംരക്ഷണ വലയത്തിനകത്താക്കി ശത്രുവിനെ പരാജയപ്പെടുത്തി പ്രതികൂലത്തിന്റെ കല്ലുകളെ പെറുക്കി കളഞ്ഞു. എന്നാൽ ഫലം കായ്ക്കാൻ കഴിയാതിരിക്കുന്ന അനുഭവം ഇന്ന് രാത്രി കർത്താവേ, ഈ പ്രഭാതത്തിൽ ഒരു തീരുമാനമെടുക്കുക. കർത്താവേ ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ദൈവത്തിനു വേണ്ടി ഫലവത്തായ ഒരു വൃക്ഷമായി മാറാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരു അബ്രഹാമിനെ വിളിച്ചതിന്റെ പിന്നിൽ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടായിരുന്നു. ഒരു മോശയെ തെരഞ്ഞെടുത്തതിന്റെ പിന്നിൽ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഒരു ഹന്നായെ ഹല്ലേലൂയ ശമൂവേലിനെ പുറത്തു കൊണ്ടുവരുവാ, ഹന്നായെ തിരഞ്ഞെടുത്തതിന്റെ പിന്നിൽ ഒരു പദ്ധതിയുണ്ട്. ഒരു മറിയെ തിരഞ്ഞെടുത്ത് വിളിച്ച് പുറത്തു കൊണ്ടതിന്റെ പദ്ധതി, ഒരു പത്രോസിനെ, പൗലോസിനെ, ഫിലിപ്പോസിനെ അല്ലെങ്കിൽ ഓരോരുത്തരെയും കൊണ്ടുവന്നൊരു യോഹന്നാനെ ഒക്കെ കൊണ്ടുവന്നതിന്റെ പിന്നെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? കർത്താവേ, എനിക്ക് തന്ന ഈ ആയുസ്സിൽ എൻ്റെ ദൈവത്തിന് വേണ്ടി എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ, കാലങ്ങൾ അധികമില്ല, ആണ്ടുകൾ അധികമില്ല, ഹല്ലേലൂയ, സമയങ്ങൾ ഇനി എൻ്റെ മുമ്പിൽ അധികമില്ല. കർത്താവേ, അനേകര് കറ്റക്കൂമ്പാരമായി നിൽക്കുമ്പോൾ ഒരു കതിർമണിയുമായിട്ടെങ്കിലും എൻ്റെ ദൈവത്തിന്റെ സന്നിധി നിൽക്കണം. എനിക്ക് തന്ന ഈ ആയുസ്സിൽ അല്പം മുമ്പ് എൻ്റെ സഹോദരി പറഞ്ഞതുപോലെ ആരും പാടാൻ വിളിച്ചിട്ട് കിട്ടിയില്ല. എനിക്ക് തന്ന ശബ്ദത്തെ ഹല്ലേലൂയ ഞാൻ പുറത്തെടുത്തു. ഈ ദിവസങ്ങളിൽ ആ ശബ്ദം ഒന്ന് പുറത്തെടുക്കാൻ കഴിയുമോ? പാടാൻ കൃപയുണ്ടല്ലോ, പ്രാർത്ഥിക്കാൻ കൃപയുണ്ടല്ലോ, ഉപവസിക്കാൻ ശരീരത്തിന് ബലമുണ്ടല്ലോ, അല്ലെ കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കാൻ കരങ്ങൾക്ക് ബലവും അല്ലെ ധനവും ദൈവം തന്നിട്ടുണ്ടല്ലോ. ഏത് വിധയാണ് ഞാൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടത്? വല്ല വിധേനയും എനിക്ക് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഓടണം. ഹല്ലേലൂയ. വൃഥാവായി തീരരുത്, വൃഥാവായി തീരരുത്. എന്റെ ഓട്ടവും അധ്വാനവും വൃഥയായി പോകരുത്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തെന്നല്ല, ഞാനാ നിങ്ങളെ തിരഞ്ഞെടുത്തത്. എന്തിനാ? വെറുതെ അല്ല തിരഞ്ഞെടുത്തത്. നിങ്ങൾ പോകണം, പോയി ഫലം കായ്ക്കണം, ഫലം നിലനിൽക്കണം, പിതാവ് മഹത്വം എടുക്കണം. സ്തോത്രം. ഈ ദിവസങ്ങളിൽ കർത്താവേ, ഫലം കായ്ക്കാൻ ഞങ്ങളെ അയക്കണമേ, അടിയനെ അയക്കണമേ എന്നൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? യെശയ്യാവിന്റെ നാവിന്മേൽ ഹല്ലേലൂയ ആ തീക്കനൽ തൊടുവിച്ചപ്പോൾ ഹല്ലേലൂയ നീ പോകായെന്നല്ല പറഞ്ഞേ, ആരെനിക്ക് വേണ്ടി പോകുമെന്നൊരു ചോദ്യമാ. അല്ലെങ്കിൽ എല്ലാം ചെയ്തു കൊടുത്തു,
സ്തോത്രം. ഹല്ലേലൂയ. നാവിന്മേൽ ആ കുഴൽ കൊണ്ട് ആ തീ അവന്റെ നാവ് അഗ്നിനാവ് പോലെയാക്കി മാറ്റി. എന്നിട്ട് അടുത്ത നിമിഷം ഒരു ശബ്ദം, ആരെനിക്ക് വേണ്ടി പോകും. സ്തോത്രം. യെശയ്യാ പറഞ്ഞു, ഹോവേ അടിയൻ പോകാം, അടിയനിതാ, അടിയനെ അയക്കണമേ. ഹല്ലേലൂയ. വിളക്കണയുന്നതിന് മുമ്പ് ഹല്ലേലൂയ ആലയത്തിനകത്ത് ചെന്ന് കിടന്ന ശമൂവേലിനെ വിളിക്കുമ്പോൾ ശമൂവേൽ പറഞ്ഞു, യഹോവേ അരുളി ചെയ്യണമേ, അടിയനിതാ. ഈ ദിവസങ്ങളിൽ നമുക്കും പ്രാർത്ഥിക്കാം, യഹോവേ അരുളി ചെയ്യണമേ, അടിയനിതാ, യഹോവേ എന്നെ അയക്കണമേ, അടിയൻ പോകാം. ഈ ഒരു സമർപ്പണത്തോടുകൂടി ഹല്ലേലൂയ ദൈവം അയക്കുന്ന എവിടെയും കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഫലം കായ്ക്കാൻ, ഫലം നിലനിൽക്കാൻ, കർത്താവ് മഹത്വം എടുക്കാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് ഉത്തമ ബോധ്യത്തോടുകൂടി കർത്താവിന് വേണ്ടി ഓടാം. ഈ വചനങ്ങൾ അധികമാകുന്ന കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സമയം അനുവദിച്ചെന്ന അഭിഷിക്കനോട് നന്ദി പറഞ്ഞുകൊണ്ട് ദിവസം പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മളെല്ലാവരും ദൈവവചനത്തിന് പാദപിടുത്തലായിരുന്നല്ലോ. നമ്മളെ ഒന്ന് ഇടിച്ചു പണിയുവാൻ, ഒന്ന് പൊളിച്ചു പണിയുവാനുള്ള ഒരു മെസ്സേജാണ് കഴിഞ്ഞ ഈ 6 മാസം നമ്മൾ തുടർച്ചയായിട്ട് പല വേദികളിൽ പല മെസ്സേജുകൾ കേട്ടെങ്കിലും ആദ്യമായിട്ടാണ് നാം ഇങ്ങനെ നമ്മളെ തന്നെ ഒന്ന് ഇടിച്ചു പണിയുന്നതിന്, നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കേണ്ടതെന്ന്, ഇപ്പോഴുള്ള സ്ഥലത്ത് നിന്ന് നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു വിടുതൽ പ്രാപിച്ച് 1 കൊല്ലം കൂടി നിർത്തിയേക്കുകയാണെന്ന് വളരെ വ്യക്തമായിട്ട് കേൾപ്പിച്ചു. ഫലം കായ്ച്ചില്ലെങ്കിലുള്ള ആ അവസ്ഥ എന്താണെന്ന് ദൈവം നമ്മളോട് നേരിട്ട് സംസാരിച്ചപ്പോൾ ഇനിയും തീരുമാനമെടുക്കേണ്ടത് നമ്മളാണ്. ഇനിയും നമ്മളാണ് തീരുമാനമെടുക്കുന്നത്. ദൈവത്തിന് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് ഒരിക്കൽ കൂടി നമുക്ക് ദൈവസ്ഥനിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കടന്നു വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.